സർവം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ആരോ ചോദിച്ചു AC ശരിയായൊന്നു. ശരിയായില്ല. തീർച്ചയായിട്ടും ചന്ദ്രിക മാതാജി, എനിക്ക് നെറ്റ് കുറവായതുകൊണ്ടാണ് തോന്നുന്നു കാണിക്കുന്നില്ല എത്ര പേര് വന്നു ലൈവിൽ നിന്ന്. അപ്പം നിങ്ങൾ മെസ്സേജ് ഇടുന്നുണ്ട്. ആദ്യം മെസ്സേജ് തന്നത് മുരുകൻ പ്രഭു ആണ്. ഒരുപാട് നന്ദി. കാരണം ചില സമയത്ത് ലൈവ് കാണിക്കില്ല. ഇന്നും കുറേ പേരെ കോൾസ് എനിക്ക് മിസ്സായി. കുറേ പേരെ വിളിച്ചു, ഇന്ന് കുറേ പേരോട് സംസാരിച്ചു. പിന്നെ കുറച്ച് പേരുടെയൊക്കെ മിസ്സായി. അപ്പോൾ അവരെയൊക്കെ നാളെ വിളിക്കാം. പിന്നെ വേറെ എന്താ, ഇന്ന് രാധാറാണിക്ക് നമ്മുടെ മഹേശ്വരി ചേച്ചിയുടെ ഹസ്ബൻഡും മഹേശ്വരി ചേച്ചിയും കൂടെ മുല്ലപ്പൂ സമർപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനതെടുത്ത് വെച്ചു. പിന്നെന്താ, 46 പേര് വന്നു അല്ലേ. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ലിങ്ക് കയറി ഞാൻ കണ്ടു. ഓമനക്കുട്ടൻ എന്താ കരയുന്ന ഒരു സിമ്പിൾ ഇട്ടു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത് പറ്റി? എന്തെങ്കിലും സങ്കടമാണോ? പിന്നെ 51 പേരായല്ലേ. ഇത് ജാതിമല്ലി എന്നെന്തോ പറയുന്ന പൂവാണ്. നല്ല സ്മെല്ലുണ്ട്. സൂപ്പർ. ഇവിടെ ഇങ്ങനെ വ്യത്യസ്തമായ കുറേ പൂക്കൾ കിട്ടും, പക്ഷെ ഞാൻ വാങ്ങിക്കാറില്ല. വേറൊന്നും കൊണ്ടല്ല, ഷൂട്ടിന് എപ്പോഴും വെക്കുന്നുണ്ട്. പിന്നെ ഡെയിലി പൂവിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് വെക്കണം എന്നാണ്, പക്ഷെ നമുക്ക് പറ്റില്ല. പിന്നെ ഷൂട്ടിന് ഡെയിലി കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അത് മതി നോക്കും. ഹാരം ആരുടേത് ചാർത്തിയാലും ഫോട്ടോ വരും. നിങ്ങൾക്ക് പേഴ്സണലിയും വരും, ഗ്രൂപ്പിലും വരും. നമുക്ക് ഒരു സമയത്ത് ഒരാളുടെ ചാർത്താൻ പറ്റും. അപ്പോൾ പെൻഡിങ്ങൊക്കെ കുറേ ഉണ്ട്. അങ്ങനെ ചാർത്തി വരികയാണ്. കറക്റ്റായിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യും. ആര് ചാർത്തിയാലും നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് ഇൻഫോം ചെയ്യും. പിന്നെ നമസ്കാരം അമ്മേ, രാജലക്ഷ്മി അമ്മയും സുധാമയും കുറേ അമ്മമാർ കേട്ടോ. എല്ലാവരും നമസ്കാരം പറഞ്ഞു. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം പ്രത്യേകിച്ച്? എനിക്കിങ്ങനെ ഓരോരുത്തർക്ക് പോസ്റ്റ് ചെയ്തത് ഡെലിവറി ആകുമ്പോഴും ഇവിടെ ഇങ്ങനെ മെസ്സേജ് വരും എനിക്ക്. അപ്പം ഞാനതിങ്ങനെ നോക്കും. ഗ്രൂപ്പിൽ ആഡ് ആവാൻ എനിക്ക് മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ആർക്കും ഒരാൾക്കും കൂടെ ഇപ്പം നാട്ടിൽ ഇതാവാൻ പോകുന്നുണ്ടല്ലോ, ആർട്ടിക്കിള് ഡെലിവറി ആവാൻ പോകുന്നുണ്ട്. ആർട്ടിക്കിൾ നമ്പർ CL 410217095195E. അത് വന്നിട്ട് പത്മാവതി അമ്മയുടേതാണെന്ന് തോന്നുന്നുണ്ട്. എനിക്കിങ്ങനെ മെസ്സേജ് വരും. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അയച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെ വേറെ എന്താണ് വിശേഷം? എന്തെങ്കിലും വിശേഷം ഉണ്ടോ പറയാൻ? നമുക്കപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിന് സുഖമില്ല. എന്താ അമ്മയ്ക്ക് പറ്റിയത്? എനിക്ക് മെസ്സേജ് ഇട്ടരും. എന്താ ഉണ്ടായി? അങ്ങനെ മനസ്സിന് സുഖമില്ലാത്തൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടമ്മേ. ഞാനത് വെറുതെ പറയല്ല. അമ്മയുടെ വിഷമം അമ്മയ്ക്ക് വലുതാണ്, എനിക്ക് മനസ്സിലാവുന്നു. നമുക്ക് ഓരോരുത്തർക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്കതൊക്കെ വലുതാണ്. പക്ഷെ അതിനെ തരണം ചെയ്യുമ്പോഴല്ലമ്മേ നമ്മൾ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നതിനൊരർത്ഥമുള്ളൂ. ആര് എങ്ങനെ ഏത് രീതിയിൽ കൈവിട്ടാലും ഞാൻ പറയാറില്ലേ, ഭഗവാൻ കൃഷ്ണൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും അമ്മേ. നമ്മളെക്കാൾ പ്രതിസന്ധി ഘട്ടത്തിലുള്ള എത്ര പേരുണ്ട്? ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കൂ അമ്മേ. ഇന്ന് നമ്മൾ ഇങ്ങനെയെങ്കിലും ഇരിക്കാനുണ്ട്. വെറും 6 ദിവസം മുമ്പേ കല്യാണം കഴിച്ചിട്ട് അതാ ഞാൻ പറഞ്ഞു വന്നത്, കാശ്മീർ ഇഷ്യൂ. 6 ദിവസം മുമ്പേ കല്യാണം കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഒരു എന്താ പറയുക ഹണിമൂൺ യാത്ര പോയ ഒരു പെൺകുട്ടിയുടെ മുമ്പിലിട്ടിട്ട് അവരുടെ ഒരു എന്താ പറയുക, ആ ഒരു നല്ല ജീവിതത്തിലെ ഏറ്റവും ഭംഗിയുള്ള മനോഹരമായ ഒരു നിമിഷം തീരുന്നതിനേക്കാൾ മുൻപേ ആ പയ്യനെ വധിക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര സങ്കടകരമാണ്. നോർമലി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവട്ടെ, അങ്ങനെ വല്ലതും ആയിട്ടാണ് ആ കുട്ടി മരിക്കുന്നതെങ്കിൽ
ആ പെൺകുട്ടിക്ക് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് കുറച്ചു കാലം കഴിയുമ്പോഴെങ്കിലും ആലോചിക്കാമായിരുന്നു. ഇത് വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിൽ ആ പെൺകുട്ടിയുടെ മുമ്പിൽ കിടത്തിയിട്ട് ആ പയ്യനെ വിവസ്ത്രനാക്കിക്കൊണ്ട് ഹിന്ദു ആണ് എന്ന് കൺഫേം ചെയ്തിട്ട് ആ പയ്യനെ വധിക്കാന്നൊക്കെ പറയുമ്പം ഇതിനേക്കാൾ വലിയൊരു അവസ്ഥ വേറെ ഒന്നും ഇല്ല എന്ന് വേണം പറയാൻ. അതൊരു വല്ലാത്തൊരു വേദന തന്നെയാണ്. ആ കുട്ടിയുടെ നല്ല രീതിയിൽ കല്യാണത്തിന്റെ ആഘോഷങ്ങളെല്ലാം തീരുന്നതിനേക്കാൾ മുൻപേ ആ വീട്ടിൽ നിന്ന് അവര് പോയിട്ട് ഒരു എന്താ പറയുക ഡെഡ് ബോഡി ആയിട്ട് തിരിച്ചു വരിക. ആ കുട്ടിക്ക് ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിന്റെ ആഘാതമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. നമ്മൾ ഒരുപാട് ചിന്തിക്കാനുണ്ട് അതില്, അല്ലേ? ആ അച്ഛന്റെയും അമ്മയുടെയും എപ്പടി കറുപ്പ് 2-3 வாங்கிட்டு தான் தெரியுமா, மார்ச் கலந்து கேட்டுருக்கான். അതെ, എനക്ക് വേണ്ട, എനിക്ക് വൈകിട്ട് മട്ടു. അപ്പൊ അതൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാൻ കുറെ ആലോചിച്ച് നോക്കി. കാരണം എന്താ അറിയോ, നമ്മളെല്ലാവരും അഡൽസ് ആണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 6 ദിവസം അവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന്. എത്ര മനോഹാരിതയിലായിരിക്കും അവരുടെ ജീവിതം പോയിട്ടുണ്ടാവുക. എന്തെല്ലാം സ്വപ്നങ്ങൾ അവർ കണ്ടിട്ടുണ്ടാവും. ഏറ്റവും സുന്ദരമായ നിമിഷം ഏതർത്ഥത്തിൽ നോക്കിയാലും, മെന്റലി ഫിസിക്കലി നോക്കിയാലും ഏറ്റവും മനോഹരമായ ഒരു നിമിഷം. ആ നിമിഷത്തിലാണ് ആ കുട്ടിക്ക് ആ പയ്യനെ നഷ്ടപ്പെടുന്നത്. അത് പറയാൻ തന്നെ വാക്കുകളില്ല എന്നുള്ളതാണ്. ഞാൻ ആ ഭീകരന്മാരുടെ ഫോട്ടോ കണ്ടപ്പോഴും അവരെക്കുറിച്ചും ചിന്തിച്ചു. ഏതോ അമ്മമാര് പ്രസവിച്ച് പാലൂട്ടി വളർത്തി ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണ് അവർ ആ അവസ്ഥയിലേക്ക് പോയതെന്നും നമുക്കറിയില്ല, അല്ലെ? അവരുടെ അവസ്ഥ ഇനി എന്താണ്? ഒന്നെങ്കിൽ തോക്കിന്റെ മുൻപിൽ, ഇല്ലെങ്കിൽ കീഴടങ്ങിക്കഴിഞ്ഞാലും മരണം തന്നെ, കീഴടങ്ങിയിട്ടില്ലെങ്കിലും മരണം തന്നെ. കാരണം ചെയ്തതിന് ഒരിക്കലും ക്ഷമ കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അവർ ചെയ്തത്. അതേപോലെ മകളുടെ മുമ്പിലിട്ടിട്ട് അച്ഛനെ വധിക്കുക, അതൊന്നും നമുക്ക് എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വേദനയാണ്. ആർക്കും ആരെയും ഈ അവസരത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ നഷ്ടം എന്ന് പറയുന്നത് അവർ ഏത് മതസ്ഥരുമായിക്കോട്ടെ, അവർ ഭാരതീയരാണ്, നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. അവർ മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഭാരതത്തിന്റെ മണ്ണിൽ ജനിച്ചു വളർന്നവരാണ്, നമ്മുടെ സഹോദരന്മാരാണ്. എത്ര കാലം നമ്മുടെ നാട് ഇങ്ങനെ പകരത്തിന് പകരം ചോദിച്ചു ജീവിക്കും? ഇതൊന്നും ഇല്ലാതെ സ്നേഹത്തോടെയും സാഹോദര്യത്തോടും കൂടി ഒരു ജനത ഉണ്ടാവുക, ലോകം സമാധാനത്തിന്റെ പാതയിലേക്ക് പോവുക, ഇതൊക്കെ എന്ന് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അതൊക്കെ ഒരു വിദൂരമായിരിക്കുന്ന സ്വപ്നം മാത്രമാണ്. ഇങ്ങനെ പരസ്പരം പോരടിച്ചും പരസ്പരം കൊല്ലിച്ചും നഷ്ടപ്പെടുത്തിയും ഒക്കെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. സമൂഹ മാധ്യമങ്ങളിലൂടെ ആ ഭീകരരുടെ ഫോട്ടോ ഇങ്ങനെ സ്പ്രെഡ് ആവുമ്പം അവർക്കുമുണ്ട് കുടുംബങ്ങൾ, അല്ലേ? ആ കുടുംബത്തിൽപ്പെട്ടവര് അവരുടെ സന്തതികൾ ഇങ്ങനെ ആയിപ്പോയില്ലേ എന്നോർത്ത് തലകുനിക്കുമ്പം ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു നന്മയുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ആ ഹൃദയത്തിന്റെ പിടച്ചിലെ ആലോചിക്കും. അങ്ങനെ എല്ലാ വശങ്ങൾ കൊണ്ടും നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമാണ് നമ്മുടെ ലോകത്ത്. അപ്പൊ ഇതൊക്കെ ആലോചിക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. എല്ലാം താങ്ങാനുള്ള ശക്തി ആ നഷ്ടപ്പെട്ട അവരുടെ കുടുംബത്തിന് ഉണ്ടാവട്ടെ. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ഇതെല്ലാം സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനും എല്ലാത്തിൽ നിന്നും അവരുടെ ആരോഗ്യവും എല്ലാം അവരുടെ ജീവനും എല്ലാം സുരക്ഷിതമായി കൊണ്ട് തന്നെ നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള ഒരു ശക്തി അവർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ നമ്മളെ കൊണ്ട് പറ്റൂ, അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ? നമ്മളെല്ലാവരും എല്ലാവരുടെ ജീവിതവും ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്, ഒരു മുൾമുനയിലാണ്. നാടൊട്ടുക്ക് അക്രമം ഇങ്ങനെ അഴിച്ചുവിട്ട പോലെ നടക്കുകയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് മാറിയിട്ട് ശാന്തിയും സമാധാനവും നമ്മുടെ ലോകത്ത് വരണം എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് ശ്രീകണ്ഠൻ പ്രഭുവിന് ഞാൻ മെസ്സേജ് ഇട്ടിട്ടേ ഉള്ളൂ. നിങ്ങളെ പോലെയുള്ള വ്യക്തികളുടെ കയ്യിലാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവനും. ആലോചിക്കണം, അദ്ദേഹവും മിലിറ്ററി ഓഫീസറാണ്. അപ്പം ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളുടെ കയ്യിലുമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവനും ഒക്കെ. അപ്പം അവർക്കൊക്കെ ആ നമ്മുടെ നാടിനെ സുരക്ഷിതമാക്കി വെക്കാനുള്ള ഒരു ശക്തി അവർക്ക് കൊടുക്കട്ടെ. അവർ ഊണും ഉറക്കവും ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇതാക്കുന്നത്. നമ്മൾ പറയില്ല എന്താ, ഒരു ഷുഗറിന്റെ ടാബ്ലറ്റ് കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു തലവേദന വന്നാൽ നമ്മൾ എന്താ പറയാ, ഒന്ന് കിടക്കണം, 10 മണിയാകുമ്പോഴേക്ക് കിടക്കണം, 11 മണിയാകുമ്പോഴത്തേക്ക് കിടക്കണം, ഇല്ലെങ്കിൽ എഴുന്നേക്കാൻ പറ്റില്ല. ഇങ്ങനെ 100 കാരണങ്ങൾ പറയുമ്പം ഈ ശ്രീകണ്ഠൻ പ്രഭുവിനെ പോലെയൊക്കെയുള്ള വ്യക്തികൾ എന്താ പറയാ, ബോർഡറിൽ തണുപ്പിൽ ഉറക്കവും കളഞ്ഞ് അവർ കണ്ണിമ വെട്ടാതെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ അതിർത്തികളിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ അവരുടെ കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീജ മാതാജി, അദ്ദേഹത്തിന്റെ മകൻ, അവരൊക്കെ നാട്ടിലുണ്ട്. അദ്ദേഹത്തെ പോലെ പല ഓഫീസേഴ്സിന്
കുടുംബങ്ങളും നാട്ടിലുണ്ട്. അവരൊക്കെ അവരുടെ ഭർത്താക്കന്മാരോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നുറങ്ങുമ്പം നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഇന്ത്യൻ ആർമി അവര് സുരക്ഷിതമായി ഇരിക്കണം എന്നുള്ളത്. അപ്പം ആ ഇന്ത്യൻ ആർമി സുരക്ഷിതമായി ഇരിക്കണം എന്നുള്ളത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി നമ്മൾ ഓരോ മാല വീതം അവർക്ക് വേണ്ടി ജപിക്കണം. ഞാനിത് ആദ്യം മുതലേ ക്ലാസ്സിൽ പറയുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് നല്ല ശക്തിയുണ്ട്. ആ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ കൂടെ ഉണ്ടാവണം. അവരുടെ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു എന്ന തോന്നലല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. അവരാണ് നമ്മുടെ ജീവിതവും ജീവനും രക്ഷിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് ഒരു ആപത്ത് പറ്റിയാൽ, ഒരുപക്ഷെ അതൊരു സിവിയർ പ്രോബ്ലം ആണെങ്കിൽ അവരിടപെടേണ്ട സാഹചര്യത്തിൽ അവിടെ ഇടപെടും. അറിയാലോ വയനാട് ദുരന്തം വന്നപ്പോഴൊക്കെ. അപ്പം മിലിറ്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രാർത്ഥനയിൽ എന്നും ഓർക്കണം, മറക്കരുത്. അപ്പം എല്ലാവരും മനസ്സിരുത്തി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് കാവലായി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടും. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ ഗുരുവായൂർ മഞ്ചരീസ് കോൺടാക്ട് നമ്പർ 9342494941. ഞാൻ നിങ്ങളോട് ഒരു യഥാർത്ഥമായ ഉത്തരം കിട്ടാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ യഥാർത്ഥമായ ജീവിത പങ്കാളി ആരാണ്? ആരാണ് നമ്മുടെ ശരിയായ ജീവിത പങ്കാളി? നമ്മുടെ അമ്മയാണോ, അച്ഛനാണോ, ഭാര്യയാണോ, ഭർത്താവാണോ, മക്കളാണോ, സുഹൃത്തുക്കളാണോ? ആരാണ് നമ്മുടെ യഥാർത്ഥ ജീവിത പങ്കാളി? ആരായിരിക്കും? ഒറ്റ ആൻസർ. ഞാൻ ഈ പറഞ്ഞതിൽ ആരോഗ്യം, നമ്മുടെ യഥാർത്ഥ ജീവിത പങ്കാളി ആരാണ്? അച്ഛനാണോ, അമ്മയാണോ? നമുക്കൊരു ദുഃഖം വരുമ്പം, സങ്കടം വരുമ്പം, നമ്മളൊന്ന് തളർന്നു പോയി കഴിഞ്ഞാൽ നമുക്കൊപ്പം നിൽക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന ആ വേദന അതുപോലെ അനുഭവിക്കുന്ന ജീവിത പങ്കാളി ആരാണ്? നമ്മുടെ അച്ഛനാണോ, അമ്മയാണോ, സുഹൃത്തുക്കളാണോ, ബന്ധുക്കളാണോ, അല്ലെങ്കിൽ ഭർത്താവാണോ, ഭാര്യയാണോ? ആരാണ്? അമ്മ, ഭഗവാൻ, എൻ്റെ ഭഗവാൻ കൃഷ്ണൻ, ശ്രീകൃഷ്ണ, അമ്മ, പ്രകൃതി, സുരേഷ് പ്രഭു, അമ്മ, അമ്മ എൻ്റെ കാഴ്ചപ്പാടിൽ ഭഗവാനാണ്. കൃഷ്ണ നല്ല സുഹൃത്ത്, അമ്മ. ശങ്കർനാരായണൻ അച്ഛൻ ഇപ്പോഴും സുഹൃത്ത് വന്നു. അല്ലെങ്കിൽ ഭഗവാൻ 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 എന്ന് പറഞ്ഞാണോ ബഹളം കൂട്ടുക? ഭഗവാൻ ഭർത്താവ്, അമ്മ ബെസ്റ്റ് ഫ്രണ്ട്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. രേണു മഹേന്ദ്രൻ പറയുന്നു, ഭഗവാൻ നാളത്തെ ഗുരുകുലം ക്ലാസ്സിൽ ഞാൻ വടിയെടുക്കും രേണുക്കുട്ട. അമ്മ, ഭഗവാൻ, ഭഗവാൻ എൻ്റെ കൃഷ്ണൻ. ഓക്കെ, നമ്മുടെ ശരീരമാണ്. ഓക്കെ, ഇനിയെങ്കിലും ആ ഒരു തത്വം മനസ്സിലാക്കുക. നമ്മുടെ യഥാർത്ഥ ജീവിത പങ്കാളി എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. കാരണം നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അമ്മ, അച്ഛൻ, സുഹൃത്ത്, മക്കൾ ആരുണ്ടാവും നമ്മുടെ കൂടെ? നമ്മുടെ ശരീരം ഒന്ന് പ്രതികരിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഭർത്താവ് ഉണ്ടാവില്ല, അച്ഛൻ ഉണ്ടാവില്ല, അമ്മ ഉണ്ടാവില്ല, ചേട്ടൻ ഉണ്ടാവില്ല, ചേച്ചി ഉണ്ടാവില്ല, കുട്ടികളുണ്ടാവില്ല, സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ശരിയല്ലേ? ഒരാളും ഉണ്ടാവില്ല. നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന കാലം വരെ മാത്രമേ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും. ശരീരം പ്രതികരിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. കാരണം എന്താ? നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവുമാണ് നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഒരുമിച്ച് നിൽക്കുന്നത്. ജീവിത പങ്കാളി എന്നായിരുന്നു എൻ്റെ ചോദ്യം. ജീവിതത്തിന്റെ പങ്കാളി, അതായത് ജീവിതം പങ്കിടുന്നത് ആരാണോ അതാണ് ജീവിത പങ്കാളി. നമ്മുടെ ജീവിതം ആരാണ് ഏറ്റവും കൂടുതൽ പങ്കിടുന്നത്? നമ്മുടെ ശരീരമാണ്. ബാക്കി എല്ലാവരിൽ നിന്നും ഒരു വിരഹം എപ്പോഴെങ്കിലും ഉണ്ടാവുന്നുണ്ട്. ചെറിയൊരു നിമിഷ നേരത്തേക്കെങ്കിലും നമ്മുടെ അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, എല്ലാവരിലും നിന്ന്
ഈവൻ നമ്മുടെ ഭഗവാനിൽ നിന്ന് പോലും ചെറിയൊരു സെപ്പറേഷൻ. അമ്മ പോയി കിടക്കും, അമ്മ യാത്ര ചെയ്തല്ലേ, നോ പ്രോബ്ലം അമ്മ പോയി കിടക്കൂ കേട്ടാ. അപ്പോ ചെറിയൊരു, അപ്പോ നമ്മൾ ശരീരമല്ല ആത്മാവാണെന്ന് പറയുന്നതോ, നമ്മൾ ശരീരമല്ല ആത്മാവ് തന്നെയാണ്. നമ്മൾ ശരീരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ആത്മാവ് തന്നെയാണ്. പക്ഷെ നമ്മുടെ ജീവിത പങ്കാളി ആരാണെന്നേ ചോദിച്ചിട്ടുള്ളൂ. നമ്മുടെ ശരീരമാണ് നമ്മുടെ ജീവിത പങ്കാളി. അപ്പോ ചെറിയൊരു സെപ്പറേഷൻ എന്താണ് നമുക്ക് എല്ലാവരിൽ നിന്നും ഉണ്ടാവും. പക്ഷെ ഈ ശരീരം ഒരിക്കലും നമ്മളിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നില്ല. നമ്മുടെ ശരീരം എന്നാണോ പ്രതികരിക്കുന്നത്, നിർത്തുന്നത്, അന്നത്തോടുകൂടി ഈ പറഞ്ഞ ബന്ധുമിത്രാദികളെല്ലാം നമ്മളിൽ നിന്ന് അകലുക. ശരിയല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് തന്റെ കയ്യെ തനിക്ക് തലയ്ക്ക് വെക്കാൻ കിട്ടൂ എന്ന് പഴമക്കാര് പറയുന്നത്. ആലോചിച്ച് നോക്കിക്കേ, ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നമ്മുടെ ശരീരം നമ്മളോടുകൂടി ചേർന്ന് നിൽക്കുന്നുണ്ട്. ശ്രീലതാമേ, ഞാൻ വിളിക്കാം, ഒരു വിഷമവും വിചാരിക്കേണ്ട, അവോയ്ഡ് ചെയ്യുന്നതോ ഒന്നുമല്ല, ഞാൻ വിളിക്കാം. ഓക്കെ, ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ശരിയാണോ എന്നറിയില്ല. തീർച്ചയായിട്ടും ഭഗവാൻ വിചാരിച്ചാലേ ശരീരം പ്രവർത്തിക്കൂ. പക്ഷേ ജീവാത്മാവ് ഉണ്ടെങ്കിൽ ആ ശരീരം ഉണ്ടാവും, ഇല്ലേ? അതായത് ജീവാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ജീവാത്മാവിന് നിലനിൽക്കാൻ ഒരു ശരീരം ഭഗവാൻ കൊടുത്തിരിക്കും. ആ ശരീരം തളർന്നു കിടക്കുകയാണെങ്കിൽ പോലും ആ ജീവാത്മാവിനോട് ആ ശരീരം ചേർന്ന് നിൽക്കുന്നുണ്ട്. ജീവാത്മാവ് വേറെ, ശരീരം വേറെ ആയിട്ട് പോണുണ്ടോ? ഒരിക്കലും ഇല്ല. എപ്പോ ശരീരം പ്രതികരിക്കുന്നത് നിർത്തുന്നോ അതോടുകൂടി ആ ജീവാത്മാവ് പരമാത്മാവിലേക്ക് പോവുകയാണ്. രണ്ടും സെപ്പറേറ്റ് ആവാണ്. ഇവിടെ നമസ്തേ, ഇവിടെ നമ്മുടെ ശരീരവും ജീവാത്മാവും, അതായത് ശരീരവും ജീവാത്മാവും ഒരുമിച്ച് നിൽക്കുന്ന കാലം വരെയാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങൾക്കും നമുക്ക് ഓരോരോ പേര് ചൊല്ലി വിളിക്കാൻ പറ്റുന്നത്. അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ എന്നൊക്കെ. കാരണം നമ്മുടെ ശരീരത്തിനോട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഉണ്ടോ ഇല്ലേ? നമ്മുടെ ശരീരത്തെ നമ്മൾ എത്രത്തോളം പാലിക്കുന്നോ അത്രത്തോളം നമ്മുടെ ശരീരവും നമ്മളെ പാലിക്കും. ആലോചിച്ച് നോക്കൂ. സൂപ്പർ. നോക്കട്ടെ, ഇന്ന് ഞങ്ങളിവിടെ അപ്പം ഉണ്ടാക്കി. നോക്കിക്കേ, പാലപ്പം. ഇന്നത്തെ ഞങ്ങളുടെ നൈറ്റിലെ ഫുഡാ പാലപ്പം. കൊള്ളാല്ലേ? എന്തിന് മനസ്സ് തളരണം? എന്തിനാണ്? நல்ல வருதுலக்கா, அப்படியே பண்ணுங்க. யாரு செஞ்சு? நீங்களா இல்லனா அவங்களா? விந்து பாட்டிட்ட செய்ய சொல்லாதீங்க. ஆமா ஆமா, ஐயோ அதுக்கு தெரியாது. ஓகே அக்கா, அப்ப அவங்க கொடுக்கறது நீங்க பண்றீங்களா? താങ്ക്സ് അക്ക, ரொம்ப താങ്ക്സ്. അപ്പോ നമ്മുടെ ശരീരത്തിനോട് നമുക്ക് ചില കടമകളുണ്ട്. അപ്പൊ എത്രത്തോളം നമ്മൾ നമ്മുടെ ശരീരത്തെ പാലിക്കുന്നോ അത്രത്തോളം നമ്മുടെ ശരീരവും നമ്മളെ പാലിക്കും. നമ്മുടെ ശരീരം നല്ല ഒരു സ്റ്റേബിൾ ആണെങ്കിൽ നമ്മുടെ മനസ്സും സ്റ്റേബിൾ ആണ്. നമ്മുടെ മനസ്സ് നല്ല സ്റ്റേബിൾ ആണെങ്കിൽ നമ്മുടെ ശരീരവും സ്റ്റേബിൾ ആണ്. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് കണ്ടിട്ടില്ലേ? മനസ്സിനൊരു വിഷമം തട്ടിക്കഴിഞ്ഞാൽ അത് മുഖത്ത് കാണാൻ പറ്റും. ഇപ്പോ ശരീരത്തിനൊരു വിഷമം തട്ടിക്കഴിഞ്ഞാലും നമ്മുടെ മുഖത്ത് അത് കാണാൻ പറ്റും, ഇല്ലേ? നമുക്കൊരു വയ്യായിക, ഒരു പനിയൊക്കെ വന്നാൽ നമ്മുടെ മുഖത്ത് അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് കഴിക്കുന്നു, ആരോഗ്യവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സമ്മർദ്ദത്തെ നമ്മൾ എത്രത്തോളം നമ്മൾ തരണം ചെയ്യുന്നു. നമുക്ക് എന്തെല്ലാം ടെൻഷൻസ് വന്നാലും പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ സ്ട്രെസ്സോടുകൂടി നമ്മളിങ്ങനെ പൊട്ടിത്തെറിക്കരുത്. ഒരു നിമിഷം നമ്മൾ ആലോചിക്കണം, ഈ വന്നിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം, ഈ പ്രശ്നം എന്റെ ജീവിതത്തിൽ എങ്ങനെ വന്നു, ഇതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം. ഞാൻ അങ്ങനെ ആലോചിക്കുന്ന ഒരാളാണ്. വളരെയധികം ഞാൻ എല്ലാത്തിൽ നിന്നും സൈലന്റ് ആവും. കുറച്ചു നേരം ഞാൻ ആലോചിക്കും, എങ്ങനെ ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാം, ഈ പ്രശ്നം സോൾവ് എങ്ങനെ വന്നു, ഈ പ്രശ്നം എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, അതിന് എന്റെ ജീവിതത്തിൽ ആരായിരുന്നു കാരണമായി മാറിയത്, എനിക്കും എപ്പോഴായിരുന്നു ആ കാരണത്തെ കൂടുതൽ അടുപ്പിക്കാൻ തോന്നിയത്, ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ വെക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് മാറേണ്ടത് എന്നുള്ളത് ഞാൻ വളരെയധികം ചിന്തിക്കും. മുൻകാലങ്ങളിലൊന്നും ഞാൻ അങ്ങനെ അല്ലാട്ടോ. മുൻകാലങ്ങളിലൊക്കെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പോയി ചാടുമായിരുന്നു. പക്ഷെ ഇപ്പോ വളരെയധികം ചിന്തിച്ച് ആലോചിച്ചേ ചെയ്യാറുള്ളൂ. എന്തും ഭഗവാന്റെ മുമ്പിൽ പോയി ചോദിച്ചിട്ടേ വളരെ കുറച്ച് നാളുകളായിട്ട് എന്തും ചെയ്യാറുള്ളൂ. കാരണം ഇനി ഒരിക്കലും ഒരു തരത്തിലുള്ള അബദ്ധങ്ങളും ഭഗവാനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ ആരുടെയും ജീവിതത്തിൽ വരാൻ പാടില്ല. അത് എന്ത് കാരണങ്ങളും എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ വരാൻ പാടില്ല. നാളിതുവരെ നമ്മൾ കഷ്ടപ്പെട്ടില്ലേ, നമ്മൾ വിഷമിച്ചില്ലേ, ഇനി നമ്മൾ ഭഗവാന്റെ തൃപ്പാദങ്ങൾ എന്താ പറയാ, നമ്മളിങ്ങനെ മുറുകെ പിടിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ തൃപ്പാദങ്ങൾക്ക് ഉള്ള ആ ഒരു ശക്തി, ആ ശക്തി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോൾ ഒരിക്കലും നമ്മളെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു കുറ്റം പറയാൻ തോന്നരുത്. മനസ്സിലായില്ലേ? ഒരിക്കലും തോന്നാൻ പാടില്ല. എന്താണ്, ഭഗവാനെ പിടിച്ചിട്ട് പോയിട്ട് എന്താ കാര്യം,
അവർക്ക് അവരുടെ ജീവിതം ഇങ്ങനെ ആയില്ലേ, അതിനുള്ള അവസരം നമ്മൾ വെക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം നമ്മൾ ഇനി ഓരോ കാലെടുത്ത് മുന്നോട്ട് വെക്കുമ്പോഴും 1000 വട്ടം നമ്മൾ ആലോചിക്കണം. തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പ്രഭു, നമ്മളത് ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, ഭഗവാൻ എല്ലാം ശരിയാക്കി തരും. അപ്പോൾ 1000 വട്ടം ആലോചിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതുപോലെ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും വെജിറ്റേറിയൻ ആയിരിക്കണമെന്ന്. നോൺ വെജ് കഴിച്ച് നമ്മുടെ ബോധമണ്ഡലത്തെ നശിപ്പിക്കാൻ പാടില്ല. അതേപോലെ നമ്മുടെ മനസ്സിനെ എത്രത്തോളം നമ്മൾ കൈകാര്യം ചെയ്യുന്നു, ഫ്രസ്ട്രേറ്റഡ് അല്ലാതെ നമ്മുടെ മനസ്സിനെ എങ്ങനെ നമ്മൾ പിടിച്ചു നിർത്തുന്നു, അതിന് നമ്മൾ എത്രമാത്രം നമ്മുടെ ശരീരത്തിന് വിശ്രമം കൊടുക്കുന്നു. അതുപോലെ ഈ അവസ്ഥയിൽ കൂടെ ആയിരിക്കും നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ എത്ര ഭക്ഷണം കഴിക്കുന്നു, എന്ത് കഴിക്കുന്നു, എങ്ങനെ നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ വിശ്രമിക്കുന്നു, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ ശരീരം നമുക്കൊപ്പം നിൽക്കുന്നത്. കാരണം എന്താണ്? ഭഗവാനിൽ നിന്ന് വന്ന ജീവാത്മാവ് ഈ ഭൂമിയിൽ നിൽക്കാൻ ഭഗവാൻ നൽകിയതാണ് ജീവാത്മാവിനൊരു വാസസ്ഥലം. ആ വാസസ്ഥലമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ശരീരത്തെ പരിപാലിക്കേണ്ട ഒരു ചുമതല അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ ആ സ്ഥലമാണ് നമ്മുടെ അഡ്രസ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മുടെ അഡ്രസ്സ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർമനന്റും ഉണ്ടാവും, പ്രസന്റും ഉണ്ടാവും. അപ്പോൾ പെർമനന്റ് ആയാലും പ്രസന്റ് ആയാലും നമ്മൾ എവിടെ താമസിക്കുന്നുവോ അതാണ് നമ്മുടെ അഡ്രസ്സ്. കറക്റ്റ് ആണോ? അപ്പോ മറ്റാർക്കും പങ്കിടാൻ കഴിയാത്ത ഒരു വസ്തുവാണ് നമ്മുടെ ശരീരം, സ്വത്ത്. നമ്മള് വിവാഹ ജീവിതത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പോ ഒന്ന് നിന്റെ കൈ തരുമെന്ന് വെച്ചിട്ട് നമ്മുടെ കൈ പെടുന്ന ഊരി കൊടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കുവോ? 10 ദിവസം നീ വെച്ചോളൂ, പിന്നെ ഞാൻ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൊടുക്കുവോ? ഒരിക്കലുമില്ല. അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആർക്കും പങ്കിടാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു സമ്പത്താണ്. മനസ്സിലായില്ലേ? അപ്പോ ബാധ്യത, അതായത് നമ്മുടെ സ്വത്ത്, നമ്മുടെ ബാധ്യത, നമ്മുടെ കടമ, നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത്? നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്, മറ്റൊരാളുടെയും ഉത്തരവാദിത്തമല്ല. അതുകൊണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിക്കരുത്. ഒരാൾക്ക് വേണ്ടിയിട്ടും. എന്നോട് എന്റെ ഭർത്താവ് അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാൻ കെട്ടി തൂങ്ങി ചാകാൻ പോവാന്ന് പറഞ്ഞാൽ ഭർത്താവ് അടുത്ത വർഷം ആ സമയത്തെ വേറെ കല്യാണം കഴിക്കും. നമ്മുടെ ഭാര്യ എങ്ങനെയൊക്കെ ചെയ്തു, അതുകൊണ്ട് ഇനി എനിക്ക് ജീവിതം വേണ്ടാന്ന് പറഞ്ഞ് താടി മുടി വളർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഭാര്യ അവിടെ എവിടെയെങ്കിലും സുഖമായി ജീവിക്കും. ഇവിടെ താടി നീട്ടി ബിയേഡ് വെട്ടാൻ വേണ്ടിയിട്ട് വേറെ കാശ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ നമ്മളായി ജീവിക്കാം. നമ്മളുടെ ജീവിതവും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സമാധാനവും ഒരാൾക്ക് വേണ്ടിയിട്ടും നമ്മൾ കളയരുത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും ഓർത്ത് നമ്മുടെ മനസ്സ് കലുഷിതമാവരുത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അയ്യോ 10 എന്ന് പറഞ്ഞ് തലയ്ക്കും കൈവച്ചിട്ട് എല്ലാം പോയേ നാരായണ എന്നും പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരിക്കലേ ഉള്ളൂ കാലാകാലം. നമ്മൾ നമ്മളായി ഇരിക്കുമ്പോൾ, നമ്മൾ നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മളെ വിട്ടു പോയവരെല്ലാവരും നമ്മളെ കുറിച്ച് ആലോചിക്കും. എന്തിന് ഞാൻ ഉപേക്ഷിച്ചു എന്ന് ചിന്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്ന് തന്നെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വിൽ പവറോടുകൂടി ഇരിക്കുക. ശക്തമായൊരു മനസ്സോടുകൂടി, അടിയുറച്ച വിശ്വാസത്തോടുകൂടി, മുഖത്തെ പുഞ്ചിരി മായാതെ ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് നിസ്സംശയം ആ വ്യക്തിയെ എന്തെന്ന് വിളിക്കാം? എ പെർഫെക്റ്റ് ലേഡി അല്ലെങ്കിൽ എ പെർഫെക്റ്റ് മാൻ എന്ന് വിളിക്കാൻ പറ്റും. കരുത്തനായ ഒരു വ്യക്തി എന്ന് നമുക്ക് സംശയമില്ലാതെ വിളിക്കാൻ പറ്റും. കരയാൻ എളുപ്പമാണ്, ചിരിക്കാനോ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ ചിരിക്കാം, മനസ്സിലായില്ലേ? പക്ഷേ ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് കുറച്ച് പാടാം. അങ്ങനെ ചിരിക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയമുള്ളത്. ആർക്ക് വേണ്ടി കരയുന്നോ ആ വ്യക്തി നമ്മുടെ കണ്ണീരിന്റെ വില കാണുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കണ്ണുനീരിന്റെ രീതിയിൽ നമ്മൾ പുറത്ത് കളയണം? എന്തിനു കളയണം? ആലോചിച്ച് നോക്കണം. എന്നാൽ നമ്മൾ ചിരിക്കുമ്പോ നമ്മളെ വേദനിപ്പിച്ചവര്, നമ്മളെ ഒറ്റപ്പെടുത്തിയവര്, നമ്മളെ പുറങ്കാലുകൊണ്ട് ചവിട്ടി തള്ളിയവർ ആലോചിക്കും അവരിന്നും ചിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ അങ്ങനെയാണ് ജീവിതത്തെ നേരിടേണ്ടത്. അല്ലാതെ തളർന്നിരിക്കാൻ ആർക്കും സാധിക്കുന്ന കാര്യമാണ്. നല്ല ബോൾഡായിട്ട് ആത്മവിശ്വാസത്തോടു കൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ശരീരത്തിൽ നമ്മൾ ജീവസായിട്ട് നിലകൊള്ളുമ്പോൾ, നമ്മുടെ ജീവാത്മാവ് നമ്മുടെ ശരീരത്തിൽ ജീവസായിട്ട് നിലകൊള്ളുമ്പോൾ ആ ശരീരം ഉള്ള, അപ്പോ നമ്മുടെ ശരീരം എന്തായി മാറാണ്? ശിവമായിട്ട് മാറണം. നമ്മുടെ ശരീരത്തിൽ ജീവസായിട്ട് നമ്മുടെ ജീവാത്മാവ് നിലകൊള്ളുമ്പോൾ നമ്മുടെ ശരീരം ശിവമാണ്. ശിവം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാദേവനെ ആലോചിച്ച് നോക്കൂ. മഹാദേവൻ എത്ര ബോൾഡാണ്. എന്ത് വന്നാലും
കുലുങ്ങാത്ത പൗരുഷമാണ്, ചങ്കൂറ്റമാണ് ഭഗവാൻ എന്ന് പറയുന്നത്, അല്ലെ? ശിവമാണ്. അപ്പൊ ജീവാത്മാവ് ജീവസായിട്ട് നമ്മുടെ ശരീരത്തിൽ നിലകൊള്ളുമ്പോൾ നമ്മൾ ശിവമാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവാത്മാവ് വേർപെട്ടാൽ നമ്മൾ ശവമാണ്. ശരിയോ തെറ്റോ? ശിവം വേണോ ശവം വേണോ? ഇപ്പോ തീരുമാനിക്കാം. ജീവിതത്തിൽ ശിവമായി ജീവിക്കണോ ശവമായി ജീവിക്കണോ എന്ന്. പവനായി ശവമായി എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ ശിവമായി ജീവിക്കണോ, തേജസ്സോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി ശിവമായി ജീവിക്കണോ ശവമായി ജീവിക്കണോ? ആലോചിക്കുക. അപ്പ നല്ല ബോൾഡായിട്ട് എന്ത് വേണം? സുധി, എങ്ങനെ ജീവിക്കണം? നമുക്ക് നല്ല തേജസ്സോടുകൂടി ജീവിക്കണം, അല്ലെ? ശിവമായിട്ടാണ് നമുക്ക് ജീവിക്കേണ്ടത്. ശവമായിട്ട് നമുക്ക് ജീവിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ ഇന്നു മുതൽ ആരാണോ മനസ്സുകൊണ്ട് ഡെസ്പായിരിക്കുന്നത് എല്ലാ ചിന്തകളെയും എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിടാം. സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. രാമനാമം ജപിച്ചുകൊണ്ട് കിടന്നുറങ്ങാം. എന്ത് ഏത് എങ്ങനെ ഏത് വഴിക്ക് വരുന്നു, വരുന്നതെല്ലാം വരട്ടെ, നഷ്ടപ്പെടുന്നതെല്ലാം നഷ്ടപ്പെടട്ടെ. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, അല്ലെ? നമ്മൾ ഇവിടെ ആർക്ക് വേണ്ടി ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നു അവരൊട്ട് നാളെ നമ്മളെ നോക്കുന്നു ഉറപ്പില്ല. അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. അതിലൊരു പങ്ക് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ചേർത്ത് വെക്കാൻ സാധിച്ചാൽ ചേർത്ത് വെക്കുക. അല്ല എങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ഉരുകി 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 ഒരു മെഴുകുതിരി തീരുന്നത് പോലെ തീർന്ന് ജീവിച്ചിട്ട് 6 അടി മണ്ണിൽ നമ്മളെ പുതച്ചു കഴിഞ്ഞാൽ, കൊണ്ടുപോയി കത്തിച്ചു കഴിഞ്ഞാൽ, അതെടുത്ത് വല്ല തിരുനാവായാൽ എവിടെയെങ്കിലും ഒഴുക്കി തീർന്ന് ഓർമ്മ ദിവസം വരുമ്പോൾ നല്ല സദ്യ വിളമ്പി കാക്കയ്ക്കും കൊടുത്ത് അച്ഛൻ്റെയോ അമ്മയുടെയോ ആ മരിച്ച വ്യക്തിയുടെ ഫോട്ടോന്റെ മുമ്പിൽ ഒരു മാലയും ചാർത്തിയിട്ട് എന്താ പറയാ, ഓർമ്മയുടെ 41-ാം നാൾ അല്ലെങ്കിൽ മരിക്കാത്ത ഓർമ്മകളുമായി 5-ാമത്തെ വർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റാറ്റസിൽ ഒതുങ്ങാനുള്ളതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. മനസ്സിലായില്ലേ? സത്യമാണ്. സാഹചര്യങ്ങളെ നമ്മൾ നല്ല ധീരതയോടുകൂടി നേരിടണം. നമ്മൾ ജീവിക്കണം, ചിരിച്ചുകൊണ്ട് ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, ശിവമായി ജീവിക്കണം, അല്ലാതെ ശവമായി ജീവിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഭാരമില്ലാത്ത ആത്മാവിന് ഭാരമില്ല. ഭാരമില്ലാത്ത ആ ആത്മാവിന് പിറവി കൊള്ളാൻ വേണ്ടി, ആ ആത്മാവ് ജനിക്കാൻ വേണ്ടി അമ്മയുടെ ഗർഭപാത്രത്തില് രൂപപ്പെടുന്ന ഭാരത്തെ അല്ലെങ്കിൽ പിണ്ടത്തെ, നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുമ്പോൾ പിണ്ടം എന്ന് പറയും, ആ പിണ്ടത്തെയാണ് നമ്മൾ ശരീരമാക്കി മാറ്റുന്നത്, അല്ലെ? 83 പേരല്ലേ സുധി? അപ്പൊ ആ പിണ്ടം, ഭാരമില്ലാത്ത ആത്മാവ് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്നു കഴിയുമ്പോൾ ആ ആത്മാവിന് ഭൂമിയിൽ പിറവിയെടുക്കാൻ വേണ്ടി ഒരു ശരീരമായി മാറാണ് ആ പിണ്ടം. അങ്ങനെ ആ പിണ്ടമാണ് പിന്നീട് ശരീരമായി മാറുന്നത്. അങ്ങനെ നമ്മൾക്ക് ജനിക്കാൻ വേണ്ടിയിട്ട്, ഈ ആത്മാവിന് ജനിക്കാൻ വേണ്ടിയിട്ട് 9 മാസം അമ്മയുടെ ഗർഭത്തിൽ വെച്ചിട്ട് ആ പിണ്ടത്തെ സംരക്ഷിച്ചതിന് ദൈവത്തോട് നമ്മൾ നന്ദി പറയണം, വേണ്ടേ? ആ 9 മാസവും അമ്മയുടെ ഉദരത്തിൽ ആരാണ് നമ്മളെ സംരക്ഷിച്ചത്? ഭഗവാനാണ് സംരക്ഷിച്ചത്. ആ ഭഗവാനോട് നമ്മൾ സദാ നന്ദിയുള്ളവരായിരിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ ആ ദൈവത്തോട്, ആ ഭഗവാനോട് നന്ദി പറയുന്ന ഒരു എന്താ പറയാ, അതിമഹത്തായ ഒരു രചനയുണ്ട്. ആ പിണ്ടത്തെ സംരക്ഷിച്ചതിന് ഭഗവാനോട് നന്ദി പറയുന്ന ഭയങ്കരമായ ഒരു രചനയുണ്ട്. എന്താ പറയാ, ഇപ്പൊ ഒരു ധൈര്യം വന്നു. പിന്നല്ലാതെ പ്രശ്നങ്ങളോട് പോയി പണിയൊക്കാൻ പറ. നമുക്ക് ജീവിക്കണം, ചിരിക്കണം, ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, ഭഗവാനെ വിളിക്കണം, പ്രാർത്ഥിക്കണം, മുന്നോട്ട് ജീവിക്കണം. ഇനിയും സൂര്യോദയങ്ങൾ ആയിരക്കണക്കിന് ഉണ്ടാവും. എല്ലാ സൂര്യോദയങ്ങളും കാണണം, എല്ലാ അസ്തമയങ്ങളും കാണണം. നമുക്കും ജീവിക്കണം. ഇത്ര കാലം നമ്മളെ വേദനിപ്പിച്ചതും കരയിപ്പിച്ചതും നമ്മുടെ കുടുംബങ്ങളാവട്ടെ, ചുറ്റുപാടുള്ളവരാവട്ടെ, വട്ടവർ മേബി എല്ലാം പോട്ടെ. ജീവിതത്തിൽ സ്വസ്ഥമായി ജീവിക്കണം. അതാണ് വേണ്ടത്. സ്വസ്ഥമായി ഉറങ്ങണം. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി നമുക്ക് അറിഞ്ഞു കഴിക്കണം. ഒരുപാട് കണ്ണുനീര് വാർത്തി ഈ കണ്ണീരെല്ലാം തുടച്ചു മാറ്റി ചിരിച്ച മുഖമായിട്ട്, എവിടെ നഷ്ടപ്പെട്ടോ നമ്മുടെ യൗവനം, ആ യൗവനത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കൺതടങ്ങളും എല്ലാം മാറ്റി മനോഹരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കണം. അപ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ളവര് നമ്മളെ ശ്രദ്ധിക്കുക. അതാണ് വേണ്ടത്.
അപ്പോൾ വേഗം പറയൂ. ഞാൻ ജാതി ചോദിക്കുന്നതല്ല. എത്ര പേര് ഇതിൽ ഈഴവരുണ്ടോ അവർക്ക് മനസ്സിലാവും. സൂര്യ ഇല്ലയേ ഷൂട്ട് മുടിഞ്ഞിരിച്ചാ? ஓகே இன்னும் 11 o'clock ஆகும்ல? ஓகே. கண்டிப்பா ரெடி தான். சரி, ஓகே சூர்யா, ஓகே பை. അപ്പോ ഞാൻ ഇത് ചോദിക്കുന്നതല്ല, ജാതി ചോദിക്കുന്നതല്ല. ഈഴവരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഈഴവർക്ക് ഈഴവർക്ക് എന്നല്ല, നമുക്ക് എല്ലാവർക്കും, എല്ലാ സമുദായവും ഒരുപോലെ ബഹുമാനിക്കേണ്ട ഒരു വലിയൊരു മഹത് വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്ന മഹത്തായ ഒരു പാഠമുണ്ട് അല്ലെ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അപ്പം ആ മഹത് വ്യക്തിത്വം എഴുതിയ ഒരു വലിയ രചനയുണ്ട്. എന്തായിരിക്കും? നമസ്തേ. ഒരു വലിയ രചനയുണ്ട്. ഈ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള പിണ്ഡം, ഈ പിണ്ഡം ഭഗവാൻ സംരക്ഷിച്ചതിന് ഭഗവാനോട് നന്ദി പറയുന്ന ഒരു മഹത്തായ രചന തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയിട്ടുണ്ട്. അതാണ് പിണ്ഡനന്ദി എന്ന് പറയുന്നത്. മനസ്സിലായി? പിണ്ഡനന്ദി എന്ന് പറയുന്ന ഒരു മഹത്തായ രചന തന്നെയുണ്ട്. ഓക്കെ. എന്നേക്കുമായിട്ട് നമ്മൾ എന്ത് വേണം? ആരോഗ്യത്തോടെ ഇരിക്കണം. നമ്മൾ സ്വയം പരിപാലിക്കണം. ഈശ്വരന് നമ്മൾ നന്ദി പറയണം. പണം വരും പോകും എല്ലാം ചെയ്യും. അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും നമുക്ക് ശാശ്വതമല്ല. ഒന്നും ശാശ്വതമല്ല. നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്ന 500 രൂപയുടെ നോട്ട് നാളെ വേറെ ആരുടെങ്കിലും കയ്യിലിരിക്കും, മറ്റന്നാൾ അത് വേറെ ആരുടെങ്കിലും കയ്യിലിരിക്കും. ഒന്നും ശാശ്വതമല്ലാത്ത ഈ ലോകത്ത് നമ്മുടെ ശരീരത്തിനല്ലാതെ നമ്മളെ വേറെ ആർക്കും സഹായിക്കാൻ കഴിയില്ല. ആലോചിച്ച് നോക്കൂ. ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ എത്ര പണം കൊടുത്ത് ജോലിക്കാരെ നിർത്തിയാലും ചിലപ്പോൾ ആ ജോലിക്കാരൊന്ന് വിളിച്ചാൽ കേട്ടിട്ടില്ലെങ്കിൽ അത്യാവശ്യമെങ്കിൽ നമ്മൾ തന്നെ പോയി എടുക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരത്തിനല്ലാതെ ഒരാൾക്കും ഒരു പരിധിയിൽ കഴിഞ്ഞ് നമ്മളെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശരീരത്തെ ബഹുമാനിക്കണം, ശരീരത്തെ സ്നേഹിക്കണം. നമ്മുടെ ശരീരത്തെ പട്ടിണി കിടത്തിയിട്ട് നശിപ്പിക്കരുത്. നമ്മുടെ ശരീരത്തെ എത്രത്തോളം സംരക്ഷിക്കാൻ സാധിക്കുമോ അത്രത്തോളം സംരക്ഷിക്കണം. എന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവാത്മാവ് വേർപെട്ട് പോകണമെന്ന് ഭഗവാൻ തീരുമാനിക്കുന്നു, അന്ന് പൊക്കോട്ടെ. നമ്മളായിട്ട് ആത്മഹത്യയിലേക്ക് പോയിട്ട് നമ്മുടെ ശരീരത്തെ ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. നിങ്ങളല്ലാതെ നിങ്ങളുടെ ശരീരത്തെ ആർക്കും സഹായിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വാസ്തവമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ശ്വാസകോശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ? പ്രാണായാമം ചെയ്യണം. ശ്വാസകോശത്തിന് വേണ്ട ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആരോഗ്യം നൽകണമെങ്കിൽ നമ്മൾ പ്രാണായാമം ചെയ്യണം. അതുപോലെ തന്നെ മനസ്സിന് നല്ല ശക്തി കൊടുക്കണമെങ്കിൽ നമ്മൾ ധ്യാനിക്കണം, ജപിക്കണം, വായിക്കണം, സത്സംഗം കേൾക്കണം. അപ്പൊ നമുക്ക് എന്താണ്? മനസ്സിന് നല്ല ധൈര്യം കിട്ടും. അതുപോലെ ശരീരത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ശരീരം ഇങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ അല്ലെങ്കിൽ വയ്യാതെ ആയി പോകാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ. വ്യായാമം ചെയ്യണം. അതിനൊന്നെങ്കിൽ എന്താ പറയാ യോഗ ചെയ്യാൻ അറിയുന്നവർക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവർക്കാണെങ്കിൽ അങ്ങനെ പോകാം. എന്തായാലും വ്യായാമം നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്താ പറയുന്നത്, അതെ കൊറോണ സമയത്ത് കയ്യിൽ പൈസ ഉണ്ടായിട്ടും ഫുഡ് കിട്ടാത്ത കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ശരീരത്തിന് വേണ്ട ആ ഒരു എന്താ പറയാ വ്യായാമം അത് നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കാതിരിക്കാൻ പാടില്ല. അതിനുവേണ്ടി 1 മണിക്കൂറെങ്കിലും ജീവിതത്തിൽ എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. ആ വ്യായാമമാണ് നമ്മുടെ ശരീരത്തെ എപ്പോഴും നിലനിർത്തുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നടക്കണം. ഇവിടുന്ന് അവിടം വരെ പോകാൻ ഓട്ടോ പിടിക്കുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ട് എത്ര ദൂരം നടക്കാൻ സാധിക്കുമോ അത്ര ദൂരം നടന്നാൽ ഈ വരുന്ന സൈലന്റ് അറ്റാക്ക് നമുക്കൊരു പരിധി വരെ നമുക്ക് എന്താ പറയാ സംരക്ഷിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ ജിമ്മിൽ പോകുമ്പം നമ്മുടെ ഈ ഫ്ലാറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള പലരും നമ്മളുടെ ജിമ്മിൽ വരുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇവരൊക്കെ 2 വീലറിലാണ്. എല്ലാവരും 2 വീലർ എടുത്ത് അവിടെ വരും, 2 വീലർ എടുത്ത് ഇങ്ങോട്ട് വരും. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് എന്താ പറയാ അങ്ങനെയൊന്നുമില്ല രമണൻ പ്രഭു, ഭഗവാന്റെ തീരുമാനം, അങ്ങ് നന്നായിരുന്നാൽ മതി.
അപ്പോൾ എന്താ പറയുക, എന്തിനാണ് നിങ്ങൾ ജിമ്മിൽ വരുന്നതെന്ന് വെച്ചു രണ്ടുപേരോട്. എന്നാ ചെയ്യാം, എന്നാ പ്രോബ്ലം, ജിമ്മിൽ വരുന്നതൊക്കെ എന്നാ കഷ്ടം. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങൾ നടന്നു വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു വാമപ്പാണ് അല്ലേ. ജിമ്മിൽ ഓടി വന്നിട്ട് നമ്മൾ കുറേ ചാടി തുള്ളിയിട്ട് കാര്യമില്ല. നിങ്ങൾ വാമപ്പ് ചെയ്തിട്ട് വേണം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ. ആ വാമപ്പായിട്ട് നിങ്ങൾക്ക് നടന്നു വന്നൂടെ. നടന്ന് നിങ്ങൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വന്നാലും തെറ്റില്ല. നടന്നു വരൂ. നടന്നു വന്ന സ്റ്റെപ്സ് കയറി നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് തിരിച്ചിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരുമ്പോഴേക്കും എന്തായി, നമുക്കൊരു സ്ട്രെച്ച് ചെയ്ത അവസ്ഥയായി. ജിമ്മിൽ പോകുന്നതിന് മുമ്പേ നമുക്ക് എന്താ വേണ്ടത്, വാമപ്പാണ് വേണ്ടത്. പോകുന്നവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും, വാമപ്പ് ചെയ്തിട്ടേ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇനി വർക്കൗട്ട് കഴിഞ്ഞാൽ നമ്മൾ അയ്യോന്നും പറഞ്ഞിരിക്കാനും പാടില്ല, സ്ട്രെച്ച് ചെയ്യണം മസിൽസ്. ആ സ്ട്രെച്ച് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് തിരിച്ചു നടക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വണ്ടിയൊന്നും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് രണ്ടും കാര്യം നടക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നടത്തത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇനി അവിടെ വീട്ടിന്റെ പല സ്ഥലങ്ങളിൽ നടക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ വീട്ടിന്റെ മേളിൽ നടക്കാം, ഇനി വീട്ടിന്റെ അകത്ത് തന്നെ നമുക്ക് നടക്കാം, വീട്ടിന് ചുറ്റും നമുക്ക് നടക്കാം. അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നടക്കാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആമാശയവും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആമാശയത്തിന് വേണ്ടത് എന്താണ്, നല്ല ഭക്ഷണമാണ് അല്ലെ. ഇതെല്ലാ ഓർഗൻസിനും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആള് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട്. ആരാണ്, ആത്മാവ്. അപ്പൊ ഈ ആത്മാവിന് എന്താ വേണ്ടത്, നല്ല ചിന്തയാണ്. ദേ അപ്പുറത്തെ വീട്ടിൽ എന്തോ നടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അതും നോക്കി കുറച്ച് കുശുമ്പും കൂനായ്മയും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് വാടി തളർന്നു പോകും. മനസ്സിലായില്ലേ? ഈ വാടി തളർന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാവിനെ മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏറ്റവും നന്നായിട്ട് നല്ലതുപോലെ ചിന്തിക്കുക. മനസ്സിലാവുന്നുണ്ടോ? മുന്തിരി ഏകാദശിക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് വലിയ അറിവില്ല. ഞാൻ ചോദിച്ചിട്ട് ഗ്രൂപ്പിലിടാം. എനിക്ക് വലിയ അറിവില്ല, ഞാനൊന്നും കഴിക്കാറില്ല. ഒരു ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ കഴിക്കാറില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആരോടെങ്കിലും ചോദിക്കാം കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. അറിയാത്ത കാര്യം നമ്മൾ പറയരുതല്ലോ. ചോദിച്ചിട്ട് ഗ്രൂപ്പിലിട്ടരാം കേട്ടോ മാതാജി. അപ്പോൾ നമ്മുടെ ആത്മാവിന് നല്ല ചിന്തകൾ കൊടുക്കണം. നല്ല ചിന്തകളാണ് നമ്മുടെ ആത്മാവിനെ എപ്പോഴും ആരോഗ്യപരമായി ഇരുത്തുന്നത്. ആത്മാവ് നന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഓട്ടോമാറ്റിക്കലി നന്നാവും. ഓക്കെ. പിന്നെന്താ പറയുന്നത്, ലോകത്തിന് വേണ്ടി നല്ല കർമ്മം ചെയ്യണം. നല്ല കർമ്മങ്ങൾ ലോകത്തിന് വേണ്ടി ചെയ്യണം. ആദ്യമൊക്കെ നന്മ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് കല്ലേറുകളായിരിക്കും. അതൊന്നും മൈൻഡ് ആക്കണ്ട. ശരിയായ പാതയിലൂടെയാണ് പോകുന്നതെങ്കിൽ ഭഗവാൻ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്നും ചിന്തിക്കേണ്ട, നന്മ ചെയ്യുക. ഏറ്റവും നല്ലത് കഴിയുന്നത്ര പ്ലാസ്റ്റിക് ഒഴിവാക്കുക. പോകുന്ന വഴിയിൽ വേസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അതെടുത്തൊന്ന് മാറ്റാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾക്ക് എത്രത്തോളം നന്മ ചെയ്യാൻ സാധിക്കുമോ അത്രയും നന്മ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഇതൊക്കെ നമ്മൾ നിത്യവും ശീലിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക, നല്ല ആരോഗ്യം, നല്ല ജീവിതം, നല്ല സമാധാനം എല്ലാം നമുക്ക് ലഭിക്കും. സംശയമില്ല, ഇതെല്ലാം നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് ഇന്ന് നിങ്ങൾക്കുള്ളൊരു സ്പെഷ്യൽ മെസ്സേജ് ആണ്. അപ്പോൾ ഇത് പ്രത്യേകം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. മുന്തിരി കഴിക്കാൻ പാടില്ല, ആൻസർ വന്നു. മുന്തിരി കഴിക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഇനി നമുക്ക് കലിയുഗത്തിലെ അപജയങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. കലിദോഷം എത്രത്തോളം ശക്തമായി തീരുന്നുവോ, മനസ്സിലായില്ലേ? രമണൻ പ്രഭു കൂടെ ഉണ്ടാവും എന്ന് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ കൂടെ ഉണ്ടാവും. ഇത്രത്തോളം നമ്മൾ എത്തിയില്ലേ, ഇനിയും അങ്ങയുടെ കുടുംബവും തളരില്ല, കൂടെ ഉണ്ടാവും. എത്ര പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തു, ഇനി അത്രയ്ക്കൊന്നുമില്ല, ഇനി വളരെ കുറച്ചേ ഉള്ളൂ, അതും നമ്മൾ തരണം ചെയ്യും. ഓക്കെ, ധൈര്യമായിട്ടിരിക്കും. കലിദോഷം എത്രത്തോളം ശക്തമായി തീരുന്നുവോ അത്രത്തോളം വ്യക്തികളാണെങ്കിലും ശരി, സമൂഹമാണെങ്കിലും ശരി, ഈ പറഞ്ഞ കാമക്രോധാദികൾക്ക് വിധേയമായി തീരും അല്ലെ. കാമത്തിനും ക്രോധത്തിനും വിധേയമായി തീരുകയാണ് നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത്. അപ്പൊ കലി വളരെ ശക്തമാണ്. ആ കലിദോഷം നമ്മളെല്ലാവരെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോ കലിയുടെ ആവാസം സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്, കലി എവിടെയാണ് ജീവിക്കുന്നത്? ആ ഒരു പഞ്ചവ്യസനങ്ങൾ നമ്മൾ വർദ്ധിച്ചു വരികയാണ് അല്ലെ. പഞ്ചവേദനകൾ അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. കലിയുടെ ആ ഒരു വൃത്തികെട്ട സ്ഥലങ്ങൾ, സ്വർണത്തിനോടുള്ള ആർത്തി, പണത്തിനോടുള്ള ആർത്തി, സ്ത്രീകളോടുള്ള ആർത്തി, ഇങ്ങനെ പല 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 സംഭവങ്ങൾ, മദ്യം, ചൂതുകളി, ഇതൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ വരികയാണ്. കാമക്രോധാദികളായിരിക്കുന്ന അധാർമിക വിചാരങ്ങൾ ഒരുവനെ നാശത്തിലേക്ക് നയിക്കുന്നു എന്നാ പറയുന്നത്. കാമവും ക്രോധവും ഇത് രണ്ടും അധാർമികതയാണ്. ഇത് രണ്ടും ഒരു വ്യക്തിയെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാലത്തിന്റെ ഒരു ശക്തി കൊണ്ട് ലോക ജനത
ഭൂരിഭാഗം ലോകത്തിലെ ആളുകളും കലിക്ക് അടിമപ്പെട്ട് കിടക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ കലിയുഗത്തില് കലിക്ക് അടിമപ്പെട്ട് കിടക്കുകയാണ്. അപ്പോ കലിദോഷങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു യുഗത്തെയാണ് നമ്മൾ കലിയുഗം എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. കലിയുടെ ദോഷങ്ങൾക്ക് ലോക ജനത അടിമപ്പെടുന്ന ഒരു യുഗത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? കലിയുഗം എന്ന് വിളിക്കും. ലോകം ഇപ്പോ കലിയുടെ ഒരു തീക്ഷണമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെ? കലിയുടെ ഒരു ഭയങ്കരമായിരിക്കുന്ന തീക്ഷ്ണതയുള്ള ഒരവസ്ഥയിലൂടെയാണ് ഈ ലോകം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർവത്ര അധർമ്മം ഈ ലോകത്ത് നടമാടുന്നത്. ഒരുപാട് അധർമ്മങ്ങൾ, സഹിക്കാൻ പറ്റാത്ത അധർമ്മങ്ങളാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പരിഷ്കൃതം എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ഭയങ്കര മോഡേണായി, ഭയങ്കര ഇത് 2025 ലോകം മാറി വലിയ സംഭവമായ ബഹുലത്തിലെത്തി. അതാണ് ഇതാണ് ആനയാണ് ചേമ്പാണെന്നൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഈ ഒരു സംഭവം എന്താ പറയാ ബഹുലമായിരിക്കുന്ന ഈ 2025 നമുക്ക് കാലത്തിന്റെ ദോഷങ്ങൾ എത്രത്തോളം കഠിനമാണെന്ന് മനസ്സിലാവുന്നില്ല. ആലോചിച്ച് നോക്കിക്ക്. ഇന്നലെ എനിക്ക് ഒരു വീഡിയോ കിട്ടി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് മോനെ കാണിച്ചു കൊടുത്തു. അപ്പൊ അവൻ പറയണ ഞാനിങ്ങനെ ഒന്നും അല്ലല്ലോ എന്ന്. അത് ശരിയാണ്. എങ്കിലും ആ വീഡിയോയിൽ ഭയങ്കര ഒരു കണ്ടന്റ് ഉണ്ട്. അതായത് ഒരു 20 വയസ്സായ ആൺകുട്ടി വന്നിട്ട് ഒരു അച്ഛനും അമ്മയും ഇങ്ങനെ വീടിന്റെ ഹാളിലിരിക്കണം. അത്യാവശ്യം നല്ലൊരു വീട്, നല്ലൊരു ഹാള്. അപ്പൊ ഒരു ഇരിക്കുമ്പോ ആ ആൺകുട്ടി വന്നിട്ട് പറയാണ്, അതെ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഞാനത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ചോദിക്കുകയാണ്, എന്താ പറഞ്ഞു? എനിക്ക് 10-20 വയസ്സായി, ഇനി കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. അപ്പൊ എനിക്കിങ്ങനെ വെറുതെ ബിന്ദമ്മേ എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ സൈക്കിളൊന്നും പോകാനൊന്നും കഴിയില്ല, സ്കൂളിലേക്കൊന്നും അല്ല കോളേജിലേക്കൊന്നും. അപ്പൊ ഞാൻ എന്തായാലും ഒരു കൊതുകുതിരി തന്ന എന്നെ തിന്നാണ്ട്, അതെ മനുഷ്യനേച്ചിയോട് ഒന്ന് അപ്പം ഉണ്ടാക്കാൻ പറയോ? അക്കയുടെ അടുത്ത് പറയാമോ? അപ്പൊ പറയാണ്, ഞാൻ അതുകൊണ്ട് ഇനി സൈക്കിളിലൊന്നും പോവില്ല, സ്കൂട്ടറിലൊന്നും പോവില്ല, എനിക്ക് കാറ് വേണം. അതുപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വീട്ടിൽ വരും, ചിലപ്പോൾ അടിച്ചു പൊളിച്ച് സംസാരിച്ചെന്നിരിക്കും. അത് ബോയ്സും ഉണ്ടാവും ഗേൾസും ഉണ്ടാവും, ചിലപ്പോൾ പാട്ടൊക്കെ വെച്ചെന്നിരിക്കും. അതിനൊന്നും വെറുതെ സംസാരിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ. ആ സമയത്ത് എന്താ ഉണ്ടായെന്നറിയോ? ഈ കുട്ടി ഇത്രയൊക്കെ പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം അപ്പോൾ പറയാണ്, ഈ അച്ഛനും അമ്മയും പറയാണ്, ആയിക്കോട്ടെ മോനെ, ഒരു വിരോധവും ഇല്ല. അപ്പം ഈ കുട്ടി വിചാരിക്കാം, ഓ ശരി, നല്ലൊരു ബോധം വന്നു അച്ഛനും അമ്മയ്ക്കും. അപ്പൊ അച്ഛൻ പറയാണ്, ഒരു കാര്യം ചെയ്യും മോനെ, നിനക്ക് കാറിലാണ് പോകേണ്ടതെങ്കിൽ നീ ഒരു കാര്യം ചെയ്തേ, തൊട്ടപ്പുറത്ത് ഷോറൂം ഉണ്ട് കണ്ടല്ലേ, അവിടെ പോയിട്ട് നീ ഒരു കാറ് വാങ്ങിച്ചോളൂ, എന്നിട്ട് അതിന്റെ ഇൻഷുറൻസും കാര്യങ്ങളും ടാക്സും ഒക്കെ നീ അടച്ചോളൂ. നിനക്കാണെങ്കിൽ സിബിൽ സ്കോർ ഒക്കെ നന്നായിട്ടിരിക്കും, കാരണം ഇപ്പോഴല്ലേ അക്കൗണ്ട് ഒക്കെ എടുത്തിരിക്കുന്നത്, എല്ലാം പെർഫെക്റ്റ് ആണല്ലോ. അതുകൊണ്ട് നിനക്ക് ഒരുപാട് ഇതൊക്കെ കിട്ടും, ലോണൊക്കെ കിട്ടും. എന്നിട്ട് പെട്രോളൊക്കെ നീ തന്നെ അടച്ചോ, പിന്നെ EMI നീ തന്നെ അടിച്ചോ. ഓ അമ്മ അടച്ചെന്നല്ലേ. സ്വന്തം വീടും കാറും ഒക്കെ നീ തന്നെ വാങ്ങിച്ചു. എന്നിട്ട് ഒരു സ്വന്തം ഒരു വീട് വെച്ചിട്ട് നിന്റെ കൂട്ടുകാരൊക്കെ കൊണ്ട് നീ ആടി തിമിർത്തോ. അപ്പൊ നെയ്ബേഴ്സ് ഒന്നും നിന്നെ പറ്റി കംപ്ലൈന്റ് ഒന്നും പറയില്ല. ഇനി പറഞ്ഞാലും ഞങ്ങൾക്കത് നോക്കേണ്ട കാര്യമില്ല മോനെ. പിന്നെ മൊബൈല് അത് വേണമെങ്കിൽ നീ ഇപ്പൊ തന്നെ ഒരെണ്ണം പോയി വാങ്ങിച്ചോ, ഞങ്ങൾ തന്ന ഫോണാണെങ്കിൽ നിന്റെ വാട്സപ്പ് ഞങ്ങൾ ചെക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോ ഈ കുട്ടി അങ്ങ് ശരിക്കും ചമ്മി, വേണ്ടായിരുന്നു ഇതൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി തിരിച്ചു പോവാ. അപ്പൊ അച്ഛനും അമ്മയും ചോദിച്ചു, അല്ല എങ്ങോട്ടാന്ന് വെച്ചു. അല്ല ആ ജനല് വഴി ആ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി ആ വഴി കടന്നു പോകാൻ. അന്നേരം പറഞ്ഞ, ഭാവിയിൽ നീ അങ്ങനെ ചാടി മരിക്കാതിരിക്കാൻ ഞങ്ങളിപ്പം നിന്നെ ഇങ്ങനെ വളർത്തുന്നു, അപ്പൊ മര്യാദയ്ക്ക് പോയി അവിടെ ഇരുന്നോളാൻ. അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് കലിയുഗത്തിന്റെ കുഴപ്പമാണ് ഈ കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഞാനെന്തോ വലിയ സംഭവമായി, എനിക്കെല്ലാം അറിയാം എന്നൊരു തോന്നല്. നമ്മളൊക്കെ വെറും പൊട്ടന്മാരാ, നമുക്കൊന്നും അറിയില്ല. നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവരെന്ന് പറയാൻ നമ്മളെക്കാൾ ഭീകര ചിന്തയുള്ള ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കാലം പുരോഗമിച്ച് എല്ലാം സിസ്റ്റമാറ്റിക്കായി, എല്ലാം ഭയങ്കര സംഭവ ബഹുലമായി, ഇത് 2025 എല്ലാം അറിയാം എന്ന തോന്നലും എന്ന ഭാവവും ആർക്കും വേണ്ട. ഞാൻ ചില വ്യക്തികളെ കാണാറുണ്ട്, എൻ്റെ അമ്മയെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ തോന്നല് ഇവരങ്ങ് വല്ല എന്താ പറയാ ലോകമുണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ പരമദിവ്യോത്തമ പുരുഷൻ ഇവരാണെന്നാ തോന്നുന്നത്. ഗർഭോദകശായിയായ വിഷ്ണുവിനെക്കാളും വിൽ പവറാ ഇവർക്ക്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഭാവമുണ്ട്, അവരെന്തോ വലിയ സംഭവമാണ്, എല്ലാം അറിയുന്നവരാണെന്നുള്ളത്. പക്ഷേ ഒന്നും അറിയില്ല എന്നുള്ളത് പിന്നെ അവർ വാതുറന്നാൽ മനസ്സിലാവും, അത് വേറെ കാര്യം. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഭാവങ്ങളൊന്നും വേണ്ട. നമ്മൾ ഇപ്പോഴും കുട്ടികളാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. എല്ലാവരും പൂർണ്ണരാണ് എന്നൊരു തോന്നലേ വേണ്ട. ഒക്കെ കൊഞ്ചം പണ്ടരെങ്കിലൊക്കെ ഒരു 1 hour ഇപ്പൊ ഷൂട്ട് മുടി. 1 minute 10 போதும்ல வருமா 10 அண்ணன் தானே நீ சாப்பிட்றதுக்கு? அண்ணனுக்கு
അണ്ണനെ എവ്വളു സബ്ബു എത്ര ഒരു 3-4 ദീപൻ ഒരു 4 3 അപ്പൊ 7 അക്ക സപ്റ്റ ബിന്ദമ്മയ്ക്ക് അപ്പം എത്ര നമ്മൾ അത് ഞാൻ ചോറിൻ്റെ ആളാണ് എനിക്കൊരു 3 അപ്പം ചുട്ട് വെക്കേ ഓക്കെ വേണം കാലയിലെടുക്കുക അപ്പോൾ എന്താ പറയുന്നത് അതുകൊണ്ട് സർവത്ര അധർമ്മം നടമാടുന്ന ഈ കാലഘട്ടത്തില് എന്തോ വലിയ സംഭവമാണെന്നുള്ള തോന്നലുകളൊന്നും ആർക്കും വേണ്ട. കാലത്തിന്റെ ദോഷങ്ങൾ എത്രത്തോളം കഠിനമാണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇത് നമ്മളിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു പറയാൻ പറ്റില്ല. കൽക്കി പുരാണത്തിന്റെ 1ാമത്തെ അധ്യായത്തിൽ തന്നെ കലി ശക്തമാകുന്നതിനെ കുറിച്ചും സദാചാരപരവും ആധ്യാത്മികമായിരിക്കുന്നതും രാഷ്ട്രീയപരമായിരിക്കുന്നതും ഭൗതികമായിരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ എന്തുമാത്രം അധർമ്മങ്ങൾ നടമാടുന്നുള്ളതിനെ കുറിച്ചൊക്കെ കൽക്കി പുരാണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത്രയും എന്താ പറയാ മുന്നോട്ട് വളരെയധികം ഞാൻ ചെന്നൈയിലാണ്. അപ്പോൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഭഗവത്ഗീത മുതൽ നമ്മുടെ എല്ലാ പുരാണങ്ങളിലും കാലത്തിന്റെ ആ ഒരു പ്രശ്നം നമ്മൾക്ക് പല രീതിയിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ദോഷങ്ങളൊക്കെ ബാധിക്കാതെ നമ്മൾ ജീവിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ഈശ്വര ചിന്തയോടുകൂടി സമാധാനത്തോടുകൂടി കാര്യങ്ങളെ വിശകലനം ചെയ്ത് ചിന്തിച്ച് ഒരാൾക്കും പാര വെക്കാതെ ഒരാളെയും ദ്രോഹിക്കാതെ, കാരണം ഇതൊക്കെ ഒരു റബ്ബർ പന്ത് മതിലടിച്ച പോലെ നമുക്ക് തിരിച്ചു വരും. നമ്മൾ ജീവിക്കുന്ന ഇടമറിയാതെ നമ്മൾ നമ്മളായിട്ട് ജീവിച്ചു പോവുക. മനസ്സിലായില്ലേ? അമ്മ പ്രാർത്ഥിക്കാം. അമ്മ എനിക്ക് മെസ്സേജ് ഇടും, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. വിഷമിക്കണ്ട അമ്മ, ശരിയാവും. ഭഗവാൻ കൂടെ ഇല്ലേ? അമ്മ ധൈര്യമായിട്ടിരിക്കും. അമ്മ മെസ്സേജ് ഇടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ശാന്തമായിട്ട് ജീവിക്കാൻ പഠിക്കണം. ഒരിക്കലും നമ്മൾ അശാന്തിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകരുത്. ഓക്കെ? അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമുക്ക് മഹാഭാരതത്തിലേക്ക് പോവാം. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇനി ലോകയാത്ര സുഖമാകാനുള്ള ഒരു മാർഗം, അതേക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ധർമ്മപുത്രൻ ചോദിക്കുകയാണ് ഭീഷ്മ പിതാമഹനോട്, ലോകയാത്ര സുഖമായി തീരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഈ ലോകത്തിലെ ജീവിതം സുഖമായി തീരുന്നത്? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എന്ത് നിലയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അതിന് ഭീഷ്മ പിതാമഹൻ മറുപടി പറയാണ്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യേണ്ട 10 കർമ്മങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധ വെക്കേണ്ടത് ദേഹം കൊണ്ട് 3 വിധം കർമ്മം ചെയ്യണം. മനസ്സിലായില്ലേ? ശരീരം കൊണ്ട് 3 വിധ കർമ്മം ചെയ്യാനാണ് പറയുന്നത്. പ്രാണനെ നശിപ്പിക്കൽ, കക്കല്, പരധാരഗമനം, ഇവ 3ഉം ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മമാണ്. എനിക്ക് 2 അപ്പം തരാം. പാലപ്പമാണ്, പാലപ്പം. നിങ്ങൾക്കറിയോ പാലപ്പം ഉണ്ടാക്കാൻ? അല്ലെ, ഞാൻ അതുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഈസിയാണ് കേട്ടോ. അതിനെന്ത് ചെയ്യാന്നറിയോ? ഈസ്റ്റേണിന്റെ പാലപ്പം മിക്സ് കിട്ടും സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ. ഒരു 1/2 kg പാക്കറ്റ്സ് ഒക്കെ മതിയോ? നമുക്കിവിടെ അതേ പറ്റൂ. അരി അരക്കലൊന്നും നടക്കൂല. ഈസ്റ്റേണിന്റെ പാലപ്പം മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 രൂപയോ, ഔട്ട് ഓഫ് കേരള 80 തോന്നുന്നുണ്ട്. കേരളത്തിൽ മേ ബി ഒരു 70-75 ആ റേറ്റിൽ കിട്ടും. അപ്പൊ ഈസ്റ്റേണിന്റെ പാലപ്പം പൊടി വാങ്ങിയിട്ട് ഒരു മഗ് വാങ്ങി വെക്കണം. ഓൺലൈനിലൊക്കെ കിട്ടും. മെഷർമെന്റ് കപ്പില്ലേ, നമ്മുടെ പണ്ടത്തെ അരിഷ്ടം കുടിക്കുന്ന ചെറിയൊരു കപ്പ് കണ്ടിട്ടില്ലേ, അതിന്റെ വലുത് കിട്ടും. അതില് 500 മില്ലി വരെ അളവ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസ്റ്റേൺ പാലപ്പത്തിന്റെ 1/2 കിലോ ആ പൊടി ഉണ്ടല്ലോ, ആ പൊടി എടുത്തിട്ട് മിക്സിന്റെ ജ്യൂസ് അടിക്കുന്ന ജാറിലേക്ക് ഇടാം. ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ, ഒരു അര സ്പൂൺ, നമ്മൾ ഏകദേശം എത്ര ഇടുന്നറിയോ? നമ്മളിപ്പോൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ലേ, വെജിറ്റബിൾസ് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു കുറച്ച് ഉപ്പിടില്ലേ, അതേപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു 4 സ്പൂൺ പഞ്ചസാര ഇടാം. പൊതുവെ ശരീരത്തിന് പഞ്ചസാര നല്ലതല്ല, പഞ്ചസാര ഒഴിവാക്കിയാൽ നല്ലതാണ്. ഇനി പഞ്ചസാര ഇഷ്ടപ്പെടാത്തവർക്കുണ്ടെങ്കിൽ കൽക്കണ്ടപ്പൊടി ഇടാം. കൽക്കണ്ടപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടുചക്കര അതാണെങ്കിലും ഒരു 4 സ്പൂൺ പൊടിച്ചിടുക. അപ്പൊ ഇത്രയും ഇട്ടതിന് ശേഷം എന്തായാലും അതിൽ അത്രയും ഇടാം. ഇനി ഇതൊന്നും ഇഷ്ടമല്ല എന്നാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുക മധുരത്തിന് വേണ്ടിയിട്ട്. പക്ഷെ മധുരം ഉണ്ടാവില്ല അത്. അപ്പോൾ
ഇതിൽ ഒരു 850 മില്ലി വെള്ളം ഒഴിക്കണം. ആ വെള്ളം എന്ത് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ചൂടുണ്ട്, ചൂടില്ലേന്ന് ചോദിച്ചാൽ ചൂടില്ല. നമുക്ക് കൈ വെക്കാൻ പാകത്തിലുള്ള വെള്ളം, അത്രയും ചൂട് മതി. ജസ്റ്റ് ഒന്ന് ചൂടിങ്ങനെ വന്നാൽ മതി. അങ്ങനത്തെ വെള്ളം 800 മില്ലി വെള്ളം ഒഴിക്കണം. അതിന് എന്ത് ചെയ്യാന്ന് ഓർത്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു നമ്മുടെ മെഷർമെന്റ് ടംബ്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് ആമസോണിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ഇവിടെ കാണിച്ചു തരാം അങ്ങനത്തെ. ബിന്ദമ്മേ, അപ്പൊ അത് കയ്യിലുണ്ടാവുന്നത് നല്ലതാണ് നമുക്ക് എപ്പോഴും. ആ 800 മില്ലി വെള്ളം ആദ്യം 500 എടുക്കുക, പിന്നെ അതിന്റെ കൂടെ ഒരു 300 കൂടി എടുത്തിട്ട് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അത് ഈ മിക്സിന്റെ നമ്മുടെ ആ മെഷർമെന്റ് ടംബ്ലർ ഇല്ലേ, വെള്ളം മഗ് അളവെടുക്കുന്ന, അപ്പത്തിന് അളവെടുക്കുന്ന എടുത്തോണ്ടുവന്ന്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് അടിക്കുക. നമ്മുടെ ഈസ്റ്റേൺ പാലപ്പ പൊടിയുടെ പാക്കറ്റ് ഒരു അര പാക്കറ്റ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു അര സ്പൂൺ ഉപ്പിട്ടിട്ട് ഒരു 4 സ്പൂണ് പഞ്ചസാര അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും സാധനങ്ങൾ അത്ര ഇട്ടതിന് ശേഷം ഇതാണ് ആ ടംബ്ലർ. ഇത് കണ്ടോ, ഇതാണ് ആ ടംബ്ലർ. ഇതിൽ 500 വരെ കൊടുത്തിട്ടുണ്ട്. 500ന്റെ കൂടുതൽ ഒരു 300 കൂടി ആയിക്കഴിഞ്ഞാൽ 800 ആയി. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ മിക്സിയിൽ അങ്ങോട്ട് അടിക്കാം. അപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊരു നല്ല ലിക്വിഡായിട്ട് കിട്ടും. അത് നേരെ ഒരു പാത്രത്തിൽ വെക്കുക. പാത്രം കുറച്ച് വലുതായിരിക്കണം, കാരണം 1 മണിക്കൂർ കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് പൊങ്ങും. 1 മണിക്കൂർ പൊങ്ങും. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് അടിക്കുക. എന്നിട്ട് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈവഴക്കമുള്ള ഏത് അപ്പച്ചട്ടി ആയാലും അതിലേക്ക് 1.25 തവി ഒഴിക്കുക. ചുറ്റും സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കും. നല്ല സൂപ്പർ പാലപ്പം റെഡിയായിരിക്കും. ഈസി പാലപ്പം പൊടി എന്ന് പറയുന്നത്. ഈസ്റ്റേണിന്റെ ഈസി പാലപ്പം പൊടി. സൂപ്പർ മാർക്കറ്റിൽ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. ഈസിയാണ്, വളരെ എളുപ്പമാണ്. നമുക്ക് കുറച്ച് ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 30, 35, 40 അപ്പം വരേക്കും അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ കുട്ടി ടിപ്സ്. നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ നമുക്ക് വേറെ വഴിയില്ലല്ലോ. നമ്മളിവിടെ ഹോട്ടലിനെ ആശ്രയിക്കാറില്ല. നമുക്ക് ഹോട്ടലുമായിട്ട് നോ കോണ്ടാക്ട്. നമുക്ക് ഫുഡ് നമ്മുടെ വീട്ടിലാണ്. എന്ത് ഫുഡും എന്താ പറയുക, പനീറില്ലേ, ആ പനീർ പോലും നമ്മൾ കമ്പിയിൽ കുത്തിയിട്ട് തീയിൽ വെച്ചിട്ട് ഉണ്ടാക്കില്ലേ, അതൊക്കെ നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കുക. ഗ്രില്ല്, പനീർ ഗ്രില്ല്, അങ്ങനെ എല്ലാം ഇവിടെ വീട്ടിൽ തന്നെയാണ്. ഹോട്ടലുമായിട്ട് നമുക്കൊരു പ്രത്യേകിച്ച് കണക്ഷൻസ് ഒന്നുമില്ല. എനിക്കിഷ്ടമില്ല. അതുകൊണ്ടാണ് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കി പരീക്ഷിച്ച് വീട്ടിലെ ഇൻഗ്രീഡിയൻസ് കൊതിപ്പിക്കല്ലേ ഉണ്ടാക്കി തരാം. നമ്മൾ വീട്ടിലാണ് കഴിക്കാറ്. അതും നല്ല തേങ്ങാപ്പാലും വെച്ച് കഴിച്ചുണ്ടല്ലോ. ഞാൻ കഴിക്കുമ്പോൾ ഇത് ക്ലാസ് കഴിയട്ടെ, ഞാൻ ഒരു 3 അപ്പം കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ്. വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കുക. അങ്ങനെയുള്ള പാക്കറ്റ്സ് വാങ്ങിക്കുമ്പം എക്സ്പയറി ഡേറ്റും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇങ്ങനെ 3 കർമ്മങ്ങൾ ശരീരം. പനീർ ടിക്ക മസാല അത് വേറെ മോനെ, അത് ഇതല്ല. അങ്ങനെ 3 ശരീരം കൊണ്ടുള്ള കർമ്മത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ദുർജനങ്ങളുമായിട്ടുള്ള സംഭാഷണം, അതായത് മോശമായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപെട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പാരുഷ്യം, നുണ പറയൽ, ഏഷണി കൂട്ടൽ, ഇത് 4ഉം വാക്കുകൊണ്ടുള്ള കർമ്മമാണ്. മനസ്സിലായില്ലേ? വാക്കുകൾ കൊണ്ടുള്ള കർമ്മമാണ്. പിന്നെന്താ പറയുന്നത്, ഈ 7 വിധം കർമ്മങ്ങളും ഒരാൾ ഉപേക്ഷിക്കണം എന്നാ പറയുന്നത്. 7 വിധം കർമ്മങ്ങളും ഒരാൾ തീർത്തും ഉപേക്ഷിക്കണം. അമ്മ ഒന്ന് നോക്കിയതാ. ഒരുവൻ ഉപേക്ഷിച്ചേ തീരൂന്നാ പറയുന്നത്. ഈ 3 വിധം കർമ്മങ്ങളും ഒരുവൻ ഉപേക്ഷിക്കണം. ഉണ്ടാക്കാറുണ്ടല്ലേ? സൂപ്പർ. ഫോൺ ചാർജ് ചെയ്ത മക്കളെ, ഒരു മിനിറ്റ് അങ്ങനെ ഇരുന്നോ, 1 സെക്കൻഡ് ഇരുന്ന് ഫോൺ ചാർജ് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ 7 കർമ്മങ്ങൾ, അതായത് ദേഹം കൊണ്ടുള്ള 3 കർമ്മങ്ങൾ. പ്രാണനെ നശിപ്പിക്കൽ ഞാൻ ക്ലാസ്സിന്റെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ കക്കുന്നത്, അത് വളരെ തെറ്റാണ്. പരധാര ഗമനം, പിന്നെ ദുർജനങ്ങളുമായിട്ടുള്ള സംഭാഷണം, മോശ ആൾക്കാരായിട്ടുള്ള ഇടപെടലിൽ സംസാരിക്കുന്നത്, പിന്നെ പാരുഷ്യം, അതായത് ഒരു മൂഷേട്ട സ്വഭാവം എന്നൊക്കെ പറയില്ല, അതന്നെ. പിന്നെ നുണ പറയല്, ഏഷണി കൂട്ടല്, ഇങ്ങനെയുള്ള എല്ലാ കാര്യവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കണം. ഇടിമഴയും തുടങ്ങിയോ? ഇത് ഉപേക്ഷിച്ചേ തീരൂ എന്ന് മഹാഭാരതത്തിൽ പറയുന്നത്. ഇതെല്ലാം തന്നെ ദുഷ്കർമ്മങ്ങളാണ്. ഓക്കെ, പിന്നെ അതുകൊണ്ട് ഇതേപ്പറ്റി ചിന്തിക്കുകയോ പറയോ ഒന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട്. പിന്നെന്താ പറയുന്നത്, പരധനത്തിൽ ഇച്ഛയില്ലായ്മ, അതായത് ആരുടെയെങ്കിലും കാശ് അവരുടെ കയ്യിലിരുന്നോട്ടെ, അത് കണ്ടിട്ട് നമ്മൾ ആഗ്രഹിക്കാനും നമുക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഒന്നും വേണ്ട, ഒരു താല്പര്യവും വേണ്ട.
നമുക്കുള്ളത് നമുക്ക് മതി. നമ്മൾ ഒരാളുടെയും ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, മുന്നോട്ട് പോകരുത്. പിന്നെന്താ പറയുന്നത്, എല്ലാ ജീവികളോടും സ്നേഹം ഉണ്ടായിരിക്കണം. നമുക്ക് എല്ലാ ജീവികളോടും നമുക്ക് സ്നേഹം ഉണ്ടാവണം. തൻ്റെ കർമ്മങ്ങളുടെ ഫലം താൻ അനുഭവിക്കുമെന്നുള്ള ആ ഒരു എന്താ പറയാ വിശ്വാസം അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇങ്ങനെ 3 എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ കർമ്മങ്ങളാണ്. ഒരാളുടെ ഒരു കാര്യത്തിലും നമുക്ക് ആഗ്രഹം വേണ്ട. ആരുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അത് അവരുടെ കയ്യിലിരിക്കട്ടെ, നമ്മുടെ കയ്യിൽ എന്തുണ്ട് നമുക്ക് അത് മതി. ആ ഒരു ഉള്ളതിൽ ജീവിച്ചു പോകാനുള്ള ഒരു മനസ്സ് നമുക്ക് ആദ്യം ഉണ്ടാവണം. പിന്നെയോ നമുക്ക് എല്ലാവരോടും ഒരു സന്തോഷം ഉണ്ടാവണം, ഒരു സ്നേഹം ഉണ്ടാവണം. ഏത് വ്യക്തികളായിക്കോട്ടെ, നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അവരനുഭവിക്കുമ്പോഴും അവരനുഭവിക്കുന്നത് നമ്മൾ അനുഭവിക്കുമ്പോഴും അതിന്റെ തീവ്രത ഈക്വലാണ് എന്ന മനോഭാവം നമ്മൾക്ക് ഉണ്ടാവണം. മനസ്സിലായില്ലേ? നേരത്തെ തുടങ്ങാലോ. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ദേഹം, മനസ്സ്, വാക്ക് ഇതുകൊണ്ട് ഒരിക്കലും നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. ദേഹം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, തെറ്റ് ചെയ്യാൻ പാടില്ല. ശുഭമാചരിച്ചാൽ, അതായത് നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ സുഖവും, അശുഭം ചെയ്തു കഴിഞ്ഞാൽ ദുഃഖവും നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നന്മ ചെയ്യാൻ ശ്രമിക്കണം, തെറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. തസ്മാത് വാഖയ മനസാ നാചരേത ശുഭം നരഹ ശുഭാശുഭാനാചാര്യൻ ഹി തസ്യാ ശുനുദേ ഫലം. നന്മ ചെയ്താൽ നന്മ കിട്ടും, തിന്മ ചെയ്താൽ തിന്മ കിട്ടും. ലോകയാത്ര സുഖമായി തീരണമെങ്കിൽ, അതായത് ലോകയാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ലോകം ചുറ്റാൻ ഇറങ്ങുന്നതിനെയല്ല പറയുന്നത്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന അവസ്ഥയെയാണ് ലോകയാത്ര എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ജീവിതത്തെ നമ്മൾ ലോകയാത്ര എന്ന് പറയും. ആ ജീവിതം സുഖമായി തീരാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈശ്വര വിശ്വാസമാണ് ഇതിനെല്ലാത്തിനും അടിസ്ഥാനം. ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിലേ എല്ലാം നടക്കൂ. ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ ആ വീടിന്റെ തറ കെട്ടി ഫൗണ്ടേഷൻ ഇട്ട് അതിൽ നന്നായി മണ്ണും വെള്ളവും ഒക്കെ അടിച്ച് എല്ലാം എല്ലാം പക്കയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമായിരിക്കും ആ വീടിന് കാലാകാലം നിൽക്കാൻ പറ്റൂ. അതേപോലെ നമ്മൾക്ക് ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ ജീവിക്കൂ. ഈശ്വര വിശ്വാസം ഇഹത്തിലും പരത്തിലും സുഖം നേടുവാൻ അത്യന്താപേക്ഷിതമാണ്. അതായത് ഇവിടെ ജീവിക്കുമ്പോഴും ഇവിടുന്ന് നമ്മൾ മരിച്ച് ഇനിയൊരു ലോകത്തെത്തി ജീവിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ പോലും അവിടെയും ഇവിടെയൊക്കെ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ നമുക്ക് ഈശ്വര വിശ്വാസം വേണം. നമ്മൾ എവിടെ കിടക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ ഒരാളെ മുന്നിലും പോഷ് കാണിക്കണ്ട. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴത്തേക്കും ഇല്ലാത്ത പൈസയ്ക്ക് അതും ഇതൊക്കെ വാങ്ങിക്കൂട്ടി ഇങ്ങനെയൊന്നും വേണ്ട. അയ്യോ പെയിന്റ് അടിച്ചിട്ടില്ല, അയ്യോ നല്ല മാറ്റ് ഇട്ടിട്ടില്ല, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. നമ്മളെ വീട്ടിൽ എന്തുണ്ടോ അത് മതി. ഞങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ കൂടിക്കഴിയുമ്പോഴേ നമ്മളെങ്ങനെയാണെന്നറിയോ, ഒരാള് ഇവിടെ കിടക്കും സോഫയില്, ഒരാൾ താഴെ കിടക്കും, ഇവിടെ കിടന്നോടെ വേണ്ട ഞാൻ ഇവിടെ കിടന്നോ എന്നും പറഞ്ഞോണ്ട് എന്താ പറയാ സോഫയിലെങ്കില് സോഫയില്, തറയിലെങ്കില് തറയില്, അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങും. അത് ഒരു എന്താ പറയാ ഒരു സൗഹൃദത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു സന്തോഷമാണ്. അതില് അതുണ്ടോ ഇതുണ്ടോ പുതപ്പുണ്ടോ അങ്ങനെ ഉണ്ടോ ഒന്നും നോക്കൂല. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്താണോ ഏതാണോ ഒരു പ്ലേറ്റിൽ ഇരുന്ന് തന്നെ രണ്ടാളും കൂടെ നുള്ളി കഴിക്കും. ഒരാള് കുടിച്ചു വെച്ച ഗ്ലാസ് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടിക്കും. ഇങ്ങനെയൊക്കെ നല്ലൊരു സുഹൃത്ത് വലയം എനിക്കുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ സുഹൃത്തുക്കളെല്ലാം ഇതിലൊരു മലയാളി പോലും ഇല്ല. ഉണ്ട് സായി ഒരാള്, അയ്യോ അവനെ തല്ലികൊല്ലും. കുടുംബ വിളക്കില് അവൻ ഒരാളുണ്ട്. ഇവക്കെല്ലാം തമിഴ്സും തെലുങ്കും. ആലോചിച്ച് നോക്കും. അപ്പോൾ ആ ഒരു സൗഹൃദ കൂട്ടായ്മയ്ക്ക് ഭയങ്കര ഭംഗിയാണ്. ചില സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും ഭയങ്കര ഒരു സ്ട്രെസ്സൊക്കെ ആകുമ്പോൾ വേഗം എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എവിടെ ഉണ്ടേ, ഫ്ലാറ്റിലുണ്ട്, ഞാൻ ഷൂട്ടില്ലേ, ഇല്ല, ഞാൻ അപ്പം അങ്ങോട്ട് വരാറേ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിലാക്സ്ഡ് ആണ്. എപ്പോഴെങ്കിലും സംസാരത്തിനിടയിൽ ഭയങ്കര വിഷമടേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിടേ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ആ പോട്ടെ, നീ ഇപ്പം അതിങ്ങടന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കണം എന്തിനാ? അത് കൊള്ളാം, എന്തിനാ അപ്പം ഇത് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വേദനിച്ച് ടെൻഷൻ അടിച്ച്? ഇപ്പം അടുത്തെന്ത് ചെയ്യാൻ പറ്റും നോക്ക്, നമുക്ക് പോയി ആലോചിച്ചിട്ട് വരാം, നമുക്ക് പോയി കണ്ടിട്ട് വരാം, നോക്കിയിട്ട് വരാം. ഇതാണ് സൗഹൃദ ബന്ധം എന്ന് പറയുന്നത്. ഇങ്ങനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റിലാക്സ് ആവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ വിങ്ങി ഇങ്ങനെ ഉരുകിത്തീരൂല. മനസ്സിലായില്ലേ? ഈ വിങ്ങലും ഉരുകിത്തീരലും നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ഇപ്പം നോക്കിക്കേ, ഞാൻ ക്ലാസ് എടുക്കുകയാണ്, ചേച്ചി വന്ന് വീട്ടിൽ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ എൻ്റെ നെയ്ബറാണ്, പ്രിയ ചേച്ചി ആണെങ്കിലും ആൻറ്റി ആണെങ്കിലും അച്ഛൻ വരുമ്പോഴേ ചോദിക്കും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കും.
മെനയാന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പൈനാപ്പിൾ വാങ്ങി എല്ലാം ചെത്തി വൃത്തിയാക്കി വെച്ചതാണ്. അതെന്താ പറയുക, അപ്പോഴേക്കും ബിന്ദുമ്മ കൊണ്ടുപോയിട്ട് അത് വേസ്റ്റിലിട്ട്. പൈനാപ്പിൾ കറി സ്വാഹ. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറയാം, എന്തെന്ന് ബിന്ദുമ്മയെ നിങ്ങൾ കാണിച്ചത്? നിങ്ങൾക്ക് എന്തോന്ന്, നിങ്ങൾക്ക് അറിയണമല്ലേ കറി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന്. കണ്ടോ, അതുകൊണ്ട് കളഞ്ഞു, നോക്കിക്കാൻ ഉണ്ടാക്കി എനിക്ക് തരൂലെന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടി. അപ്പോൾ ലക്ഷ്മി ആൻറ്റിയുടെ ഹസ്ബൻഡ് വരികയായിരുന്നു. എന്നാ അമ്മു, എന്നാ സൗണ്ട് അങ്ങേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പ എൻ്റെ പൈനാപ്പിൾ കൊണ്ടിട്ട് കളഞ്ഞു അപ്പാന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ഒരെണ്ണം മേടിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ, പോട്ടെ അതൊന്നും സാരമില്ല എന്ന്. അപ്പം അന്ന് വൈകുന്നേരം വരുമ്പോൾ തന്നെ ഒരു വലിയ പൈനാപ്പിൾ കൊണ്ടുവന്നു. അതെടുത്ത് പിറ്റേ ദിവസം ഞങ്ങൾ കറി ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും ജോലി കഴിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു സൗഹൃദ ബന്ധം, ആ ഒരു എന്താ പറയുക സന്തോഷം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിന് സമാധാനം തരുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് പണമോ പ്രശസ്തിയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ വലിയ വലിയ സംഭവ ബഹുലമായ ജീവിത സാഹചര്യങ്ങളോ ഒന്നും നമുക്ക് സന്തോഷം തരില്ല. നമ്മൾ ഈ പ്രാവശ്യം വൃന്ദാവനത്തിൽ പോയപ്പോൾ തന്നെ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിരുന്നു. നല്ല ബീച്ച് കേട്ടോ. ലാസ്റ്റ് ഡേ ഞങ്ങൾക്ക് ട്രെയിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നപ്പോഴേക്കും എല്ലാവരും ഒരു 10 പേര് ഞങ്ങൾ ഒരുമിച്ചൊരു റൂമിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്ന് നോക്കുമായിരുന്നു. പല പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ, യാതൊരു പരാതികളും ഇല്ലാതെ പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർ. മനോജേട്ടനുണ്ട്, നമ്മുടെ ബീച്ചേട്ടനുണ്ട്, എന്താ പറയുക മോദിജി ഉണ്ട്, നമ്മളെല്ലാവരും. അയ്യോ അതൊന്നും തീരൂല എൻ്റെ സുധിയെ, അത് തീർന്നു കഴിഞ്ഞാൽ ഏതോ ബ്രഹ്മയുഗത്തിലേ തീരും, ഇപ്പോഴൊന്നും തീരൂല. അത് ബ്രഹ്മദേവന്റെ സ്പെഷ്യൽ ക്രിയേഷനാണ്. ഞാനങ്ങനെ ബിന്ദുമ്മയെ പറയും, ബിന്ദുമ്മ ബ്രഹ്മദേവന്റെ സ്പെഷ്യൽ ക്രിയേഷനാന്ന് പറയും. അപ്പം എന്നോട് പറയും, ആ ആയിക്കോട്ടെ ഞാൻ സഹിച്ചു എന്നൊക്കെ പറയും, ഓ ശരി എന്നൊക്കെ പറയും. അതിങ്ങനെ പോകും. അത് ഇനിയിപ്പോൾ അതിൽ വലിയ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല, അത് അങ്ങനെ കേട്ടെ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും 3 ബെഡ് ഉണ്ടായിരുന്നു. പൈനാപ്പിൾ റെസിപ്പി പറഞ്ഞുതരാം. 3 ബെഡ് ഉണ്ടായിരുന്നു. 3 ബെഡിൽ ഞങ്ങളൊരു 10 പേരങ്ങ് കിടന്നുറങ്ങാം. എത്ര മനോഹരമായിരുന്നു. ആ ഉഷാമാതാജിയൊക്കെ ഉണ്ടായിരുന്നു. മനോഹരമായിരുന്നു എന്നറിയോ ആ ദിവസം. അത്രയും സന്തോഷം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബത്ത് പോയി കഴിഞ്ഞാൽ കിട്ടില്ല. കുടുംബത്ത് കാലെടുത്ത് വെക്കണമെങ്കിൽ ഒരു 5 പവന്റെ മാല കഴുത്തേ കിടണം, 2 കയ്യിൽ 2 വള വേണം, അല്ലേ, നല്ല ഭംഗിയുള്ള ചുരിദാറോ സാരിയൊക്കെ വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ പറയലെന്താ, ഇപ്പൊ കഷ്ടപ്പാടാ കണ്ടില്ലേ, ഇതാണ് പറച്ചിൽ. അപ്പൊ ഇതൊന്നും കേൾക്കാതെ ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിച്ചു പോവുകയാണെങ്കിൽ അതെന്തുണ്ടോ അതിനൊരു ആനന്ദമാണ്. ഈ ആനന്ദമാണ് യഥാർത്ഥ ജീവിതം. ഈ ജീവിതം ജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് ഈശ്വരാനുഗ്രഹമാണ്. ഈശ്വരാനുഗ്രഹത്തിന് നമുക്ക് ഈശ്വര ഭക്തി വേണം. ആ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സാഹചര്യത്തിനോടും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റും. എല്ലാ സാഹചര്യത്തിനോടും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റും. ഒരു സംശയമില്ലാത്ത കാര്യം, ഒരു സംശയമില്ല. ഇന്നലെ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ ഓരോരുത്തർക്കാരെ ഇന്നലെ ഇപ്പോൾ അമ്മുവിന് പെട്ടെന്ന് ബാക്ക് പെയിൻ വന്നു. അവളെനിക്ക് മെസ്സേജ് ഇട്ടു, അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു, അമ്മു എനിക്ക് കുറച്ച് ഫുഡ് എടുത്തോണ്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ വേഗം ചോറും സാമ്പാറും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതേടെ കഴിച്ചിടേന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും അവളതും കഴിച്ച് അവളങ്ങ് പോയി. അപ്പം ഒരു താങ്ക്സ് എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഫുഡ് കിട്ടിയത് ഒന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മളോട് അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നാളെ അവളുടെ അടുത്ത് പോയിട്ട് ഇവിടെ എനിക്കിത് താടേന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഞാനും പറയില്ല. കാരണം അതുപോലും പ്രതീക്ഷിക്കാതെ സ്നേഹത്തോടെ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഏറ്റവും നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കരുത് പരസ്പരം. അതിനുമൊക്കെ ഒരു സന്തോഷമുണ്ട്, സമാധാനം. പക്ഷെ നമ്മുടെ നാട്ടിലാണ് എന്താ പറയുക, ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ട് എന്നോടൊരു താങ്ക്സ് പറഞ്ഞില്ല, നന്ദി പറഞ്ഞില്ല, അങ്ങനെ കാണിച്ചില്ലെങ്കിൽ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കരുത്. എല്ലാം വിട്ടങ്ങൾ തുലയ്ക്കണം. സത്യം പറയുന്നതിന് എന്താ, ഫ്രീ ആയിട്ട് ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം, ഒന്നും പ്രതീക്ഷിക്കരുത്, ഒരു പരാതികളും ഉണ്ടാകരുത്, ഒന്നും ഉണ്ടാകരുത്. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. അങ്ങനെ നമ്മൾ നാരായണി എടുത്തരാം, അങ്ങനെ നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആനന്ദം വേറെയുണ്ട്. അത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും എത്രത്തോളം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലേ, നമ്മുടെ മനസ്സിങ്ങനെ വിങ്ങി 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 ഇങ്ങനെ നിൽക്കും. മനസ്സിലായില്ലേ? ഓ അതിനെന്താ വിളിക്കാമേ, നാളെ വിളിക്കും, നാളെ ഒന്നും എനിക്ക് ഷൂട്ടില്ല. കുറേ സമയങ്ങൾ കുറേ കോൾസ് എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പലരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റാതെ. എന്നാലും അമ്മ വിളിക്കും, ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ കുറേ നമുക്ക് മനസ്സിന് ആനന്ദം കിട്ടും. മനസ്സിലായില്ലേ? നമ്മൾ ഈ ബന്ധുമിത്രാദികളുടെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവരുത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യം, അയ്യോ നമ്മളെ തല തിന്നു കളയും. ഈ തല തിന്നാനൊന്നും നമ്മൾ നിന്നു കൊടുക്കരുത്. നമ്മളായി നമ്മുടെ ഭാഗമായി. അതിൽ ചിലപ്പോൾ നമ്മളോട് പറയലെന്താ അറിയോ, ഇപ്പോൾ കുറേ എന്തോ മഞ്ജരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലാസ്സൊക്കെ കേട്ട് കുറേ ജപമാലയിൽ ഹരേ കൃഷ്ണയും ജപിച്ചിരിക്കുന്നതുകൊണ്ട് മീനും ഇറച്ചിയൊന്നും തിന്നൂല, അപ്പോൾ വേറെന്തോ ജീവിതാ, വല്ല സന്യാസ ജീവിതം, അതുകൊണ്ട് നമ്മളൊന്നും പോയി കഴിഞ്ഞാൽ പോലും നമ്മളെ വീട്ടിലേക്കൊന്നും വരില്ല. ഓ ആയിക്കോട്ടെ, ഒരു പരാതിയില്ല. അത് പറഞ്ഞാൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇതിലേ കേൾക്കുക, ഇതിലേ അങ്ങോട്ട് വിടുക. ഒരു പരാതിയും നമുക്കില്ല.
നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം, അല്ലെ മറ്റുള്ളവർക്കുള്ളത് നമുക്കില്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അതും വേണ്ട. നമ്മൾ ജീവിക്കുന്നു ഈശ്വരനെ ഭജിച്ച് ഈശ്വരീയ ചിന്തയിലൂടെ, ഒരാൾക്കും ദ്രോഹം ചെയ്യാതെ നമ്മൾ ജീവിച്ചു പോകും. ഓ വന്നോളൂ മാതാജി, ഇവിടെ അമ്മയുടെ പേക്കൂത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കാം. പിന്നീട് ധർമ്മപുത്രർ ചോദിക്കുന്നത് എന്താണ്? കൃതജ്ഞതയ്ക്ക് എന്താണ് പ്രായശ്ചിതം? കൃതജ്ഞതയ്ക്ക് എന്താണ് പ്രായശ്ചിത്തം എന്നാണ്. അപ്പൊ പിതാമഹൻ പറയാണ്, എന്താ പറയുന്നത്, വാസ്തവത്തിൽ കൃതജ്ഞതയ്ക്ക് യാതൊരു പ്രായശ്ചിത്തവും ഇല്ല. മനസ്സിലായില്ലേ? കോഴിക്കോടല്ല, ചെന്നൈ. സാറേ ഞാൻ ചെന്നൈയിൽ, കോഴിക്കോട് വന്നാൽ ഞാൻ അങ്ങേ വിളിക്കാതിരിക്കുമോ? അപ്പൊ കൃതജ്ഞതയ്ക്ക് യാതൊരു പ്രായശ്ചിത്തവും ഇല്ല എന്നാ പറയുന്നത്. ദേഹത്യാഗം കൊണ്ടേ ആ പാപം തീരുകയുള്ളൂ. അനേക കാലം നരകത്തിൽ യാതനകൾ അനുഭവിച്ച് കഴിഞ്ഞു കിടക്കേണ്ടി വരും കൃതജ്ഞതാ മനോഭാവം ഇല്ലെങ്കിൽ. പിൽക്കാലത്ത് മനുഷ്യയോനിയിൽ അവർക്ക് ദുർലഭമായിരിക്കും. മനുഷ്യനായി പിറക്കൂല. നന്ദിയില്ലാതെ ജീവിച്ചു നോർത്തോ മനുഷ്യനായി ജനിക്കേയില്ല. അത്രമാത്രം കഠിനമായ പാപമാണ് കൃതജ്ഞതയില്ലാതിരിക്കുക. അല്ലാണ്ട് ഒരാളോട് നന്ദിയില്ലാത്ത സ്വഭാവം കാണിക്കുക എന്ന് പറയുന്നത് മനുഷ്യനായി പിറക്കാനുള്ള യോഗം പോലും ഇല്ലാതെ പോയിപ്പോകും. പണ്ട് വത്സനാഭൻ എന്നു പേരായ ഒരു മുനി കൃതജ്ഞതയ്ക്ക് പരിഹാരം കാണുവാൻ തപസ് ചെയ്തു തുടങ്ങി. വളരെ കാലം കഠിനമായ തപസ് ചെയ്തിട്ട് ഏകാഗ്രമായ തപസ്സിന്റെ ഫലമായിട്ട് അസ്ഥി മാത്രമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ എന്താ പറയാ പുറ്റു വന്നുകൂടി. കൃതജ്ഞതയ്ക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറേ കാലം തപസ് ചെയ്തതാ. അങ്ങനെ തപസ് ചെയ്ത് എന്തായി, അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ എന്തായി, ഇങ്ങനെ പുറ്റു വന്നു മൂടി. എന്നിട്ടും ആ തപസ്സിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നില്ല. അങ്ങനെ ഇരിക്കെ ദയാലുവായിരിക്കുന്ന ദേവേന്ദ്രൻ, വളരെ ദയ തോന്നിയ ദേവേന്ദ്രൻ എന്ത് ചെയ്ത് അദ്ദേഹത്തിനെ തപസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നല്ല മഴ പെയ്യിച്ചു. എന്താ പറയാ, പോട്ടെ പാവം, അദ്ദേഹം തപസ്സിൽ നിന്ന് പുറത്തു വരട്ടെ. ഇങ്ങനെ കുറെ കാലമായിട്ട് ശരീരം മുഴുവൻ പുറ്റും കൂടി ഇങ്ങനെ തപസ് ചെയ്യല്ലേ, കൃതജ്ഞതയ്ക്ക് എന്താ പറയാ, കൃതജ്ഞതയ്ക്ക് പരിഹാരം ഉണ്ടാവും എന്ന് ഓർത്തുകൊണ്ട്, ഇതിപ്പോ കാണുന്ന പോലെയൊന്നുമില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പുറ്റൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ അദ്ദേഹം എണീറ്റ് പോവല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ദേവേന്ദ്രൻ എന്ത് ചെയ്തു, കുറെ മഴ അങ്ങോട്ട് പെയ്യിച്ചു. കാറ്റും മഴയും മിന്നലും എല്ലാം കൂടി അങ്ങ് പ്രകൃതി അങ്ങ് ഭയങ്കര ഒരു താണ്ഡവം തന്നെ ആടി. മുഴുവൻ വെള്ളമായി. ഉള്ള മനുഷ്യരും മൃഗവും എല്ലാം വിഷമിച്ചു. എന്നിട്ടും ഈ വത്സനാഭൻ തപസ്സിൽ നിന്ന് അങ്ങോട്ട് പോണില്ല. അദ്ദേഹം മാറണില്ല തപസ്സിന്ന്. അദ്ദേഹത്തെ മൂടിയിരിക്കുന്ന പുറ്റു മുഴുവൻ വെള്ളത്തിൽ ഒഴിച്ചു പോയി. എന്നിട്ടും ഇദ്ദേഹം ഇരുന്ന് ഇങ്ങനെ തപസ് ചെയ്യാം. ആ സമയത്താണ് അദ്ദേഹം അതുവരെ ചെയ്ത ധർമ്മം അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതുവരെ അദ്ദേഹം ഒരുപാട് ധർമ്മം ചെയ്തിട്ടുണ്ട്, ആ ധർമ്മം ആ സമയത്ത് അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു പോത്തിന്റെ രൂപത്തിൽ വന്ന് അയാളുടെ മുകളിൽ നിന്ന് മഴയിൽ അങ്ങ് തടഞ്ഞു നിർത്തി. മനസ്സിലായില്ലേ? ബേസിക്കലി ഐ എം ഫ്രം കേരള, റൈറ്റ് നൗ ഐ എം സെറ്റിൽഡ് ഇൻ ചെന്നൈ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് ഒരു പോത്തിന്റെ രൂപത്തിൽ വന്നിട്ട്, ധർമ്മമാണ് കേട്ടോ, ആ ധർമ്മം ഒരു പോത്തായിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിനെ മഴ കൊള്ളിക്കാതെ അങ്ങനെ തടഞ്ഞു നിർത്തി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മേഘത്തിന്റെ വെള്ളം എല്ലാം തീർന്നുപോയി, മഴയൊക്കെ നിന്ന്. അങ്ങനെ ഇരിക്കെ ഭൂമിയിൽ എല്ലായിടത്തും മഴ കൊണ്ട് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുക. പക്ഷെ വത്സനാഭൻ ഇരിക്കുന്ന സ്ഥലത്ത് മാത്രം വെള്ളം വീണില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇദ്ദേഹം തപസ് ചെയ്തിട്ടാണ് ഈ ഭൂമി മുഴുവൻ വെള്ളത്തിലായത്. എന്നിട്ടും ഇദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് മാത്രം വെള്ളം വന്നില്ല. ആശ്ചര്യം കൊണ്ട് ഈ തപസ് ചെയ്തുകൊണ്ടിരുന്ന വത്സനാഭി ചുറ്റും നോക്കിയപ്പം അവിടെ ഉണ്ട് വലിയൊരു പോത്ത് നിൽക്കുന്നു. അവിടെ നിൽക്കുന്നതായിട്ട് ആ പോത്തിനെ കണ്ടു. അപ്പോൾ അതായിരിക്കാം തന്നെ മഴയിൽ നിന്ന് രക്ഷിച്ചത് എന്ന് ഇദ്ദേഹം മനസ്സിൽ ഊഹിച്ചു. ഓ, ഈ പോത്താണല്ലേ അപ്പം എന്നെ രക്ഷിച്ചത് എന്നിങ്ങനെ. അതിനെ ഭയങ്കരമായിട്ട് ഈ വത്സനാഭന് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ ദേഹത്തിലുള്ള ആ ഒരു കൊഴുപ്പും രക്തവും മാംസവും ഒക്കെ കണ്ടപ്പോൾ അത് തൻ്റെ ഭക്ഷണത്തിന് പറ്റിയതാണ് എന്നുള്ളൊരു വിചാരവും മനസ്സിൽ വന്നു. ഈ വത്സനാഭന്റെ മനസ്സിൽ നല്ല കൊഴുത്ത് തടിച്ച് നല്ല മാംസമുള്ള പോത്ത്, നല്ല ബീഫ് എന്നിങ്ങനെ, ബീഫ് എന്ന് പറഞ്ഞ പോത്തന്നല്ലേ, ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, ഇതിനെ നമുക്ക് തിന്നാലോ എന്നിങ്ങനെ മനസ്സിൽ വന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ജ്ഞാനദൃഷ്ടിയിൽ എന്തുണ്ടായി, അത് മഹിഷ സ്വരൂപമെടുത്ത ധർമ്മമാണെന്നും, അതായത് മഹിഷത്തിന്റെ രൂപത്തിൽ വന്ന ധർമ്മമാണെന്നും അത് തന്നെ മഴയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ മനസ്സിലായി. അപ്പോ കൃതജ്ഞതയെ പറ്റി ഓർത്ത് അദ്ദേഹം വളരെയധികം പശ്ചാത്തപിച്ചു. അയ്യോ, എന്നെ രക്ഷിക്കാൻ വന്നിട്ട് ഞാനൊരു നന്ദിയില്ലാത്തവനെ പോലെ ചിന്തിച്ചു കളഞ്ഞില്ലേ, ഞാൻ നന്ദിയില്ലാത്തൊരു സ്വഭാവമല്ലേ കാണിച്ചത്, പാവം മഴയും വെയിലും ഒക്കെ കൊണ്ടുകൊണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നു നിന്നിട്ട് ഞാൻ അതിനെ തിന്നാ കൊള്ളാം എന്നുള്ള ഒരു മനോഭാവം എനിക്ക് വന്നില്ലേ, അപ്പോൾ ഒരു നന്ദിയില്ലായ്മയല്ലേ ഞാൻ ചെയ്തത് എന്നൊരു പശ്ചാത്താപം ഈ വത്സനാഭന്റെ മനസ്സിലുണ്ടായി. അതിന് ശരീരം ഒഴിവാക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു മോശം ചിന്ത വന്നു. അതെ, പാവം പോത്ത്
അപ്പം ഒരു മോശം ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു, അതുകൊണ്ട് ഈ ശരീരത്തെ കളയണം, ഈ ചിന്ത വന്നതുകൊണ്ട് ഈ ശരീരം ശരിയല്ല, ദേഹത്യാഗം ചെയ്യണം, ഇത് തന്നെയുള്ളൂ ഇതിനൊരു പ്രായശ്ചിത്തം എന്ന് വത്സനാഭൻ ചിന്തിച്ചു. അപ്പോൾ തന്നെ ധർമ്മം എന്ത് ചെയ്ത് അവിടെ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് പരിശുദ്ധനായിരിക്കുന്നു വത്സനാഭ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ആത്മഹത്യയൊന്നും ചെയ്യരുത്, അങ്ങ് നല്ലവനാണ്, അതുകൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് കൃതജ്ഞതാ മനോഭാവം എപ്പോഴും മനസ്സിലുണ്ടാവണം, അങ്ങേക്ക് നന്ദി ഉണ്ടാവണം എപ്പോഴും. അങ്ങേക്ക് നല്ല ഈ ലോക ജനതയ്ക്ക് മുഴുവൻ നമുക്ക് ആരെന്ത് തന്നാലും നന്ദി ഉണ്ടാവണം. ഒരിക്കലും നമ്മൾ നന്ദിയില്ലാത്ത ജന്തുക്കളെ പോലെ പെരുമാറരുത്, തെറ്റാണ്. എപ്പോഴും എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുക. കൃതജ്ഞതാ മനോഭാവം ഇല്ല എങ്കിൽ അതിനൊരു പരിഹാരവും ഇല്ല എന്ന് ആ കഥയിലൂടെ ഈ വത്സനാഭനെ ആര് പഠിപ്പിച്ചു? ധർമ്മം എന്ന പോത്ത് പഠിപ്പിച്ചു. ഇനി ശ്രീ പരമേശ്വരന്റെ മഹത്വവും നാമങ്ങളും. സമയം എത്രയായി? 10:30 ആയോ? ഈ കഥയും കൂടി എടുത്തിട്ട് എടുക്കട്ടെ? ആർക്കെങ്കിലും ഉറക്കം വന്നോ? പറയൂ. എടുക്കണ്ടേ? ഇതുവരെ കേൾക്കാത്ത നല്ല കഥ. ഒരു കഥയും കൂടി കേട്ടിട്ട് ഉറങ്ങിയാൽ മതിയോ? അല്ലെങ്കിൽ അല്ല മാതാജി ഉറക്കം വരുന്നു? യെസ്, സുധി പറഞ്ഞെടുത്തോളാം. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ജിൻസി മാതാജി, ഹരേ കൃഷ്ണ. ഉറക്കം വരുന്നുണ്ട്, എന്നാലും സാരമില്ല, പറയൂ. സുശീല PR രാഘവൻ മാതാജിയും പറയുന്നു. 10:30 എടുക്കും മാതാജി. ഞാൻ ആലോചിച്ചു പ്രീതാനൽസൻ മാതാജി ആയിരിക്കും ആ മെസ്സേജ് ഇടുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഈ കഥയും കൂടി ഒന്ന് എടുക്കാം. എന്താ അറിയോ, കുറേ ക്ലാസ് നമുക്ക് വിട്ടുപോയില്ലേ, പിന്നെ കുറേ എടുത്ത് തീർക്കാനുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു 10-80 വയസ്സാവുന്നത് വരെ ഞാൻ ക്ലാസ് എടുക്കേണ്ടി വരും. അത്രയും ഗ്രന്ഥങ്ങൾ ഓരോ ദിവസം കഴിയുന്നതോറും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് തീർക്കണ്ടേ? ഉറക്കമില്ല പ്രസന്നമ്മ, നാളെ ജോലിക്ക് പോണ്ടേ? അപ്പോൾ ശ്രീ പരമേശ്വരന്റെ മഹത്വവും നാമങ്ങളും ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ മോനപ്പം മുതലാളി. അങ്ങനെ ധർമ്മപുത്രൻ ചോദിച്ചത് ശ്രീ പരമേശ്വരന്റെ മഹാത്മ്യത്തെ പറ്റിയും അനേകം നാമങ്ങളെ പറ്റിയും ജനങ്ങൾ പുകഴ്ത്തി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഭഗവത്ഗീത മനസ്സിലാവും മോനെ. ശ്രീല പ്രഭുപാജിയുടെ ഭഗവത്ഗീത മനസ്സിലാവും കേട്ടോ. രാജിന് ഉറക്കം വരുന്നത്. പോയി മുഖം കഴുകിയിട്ട് വന്നേ, ഓടിച്ചെല്ലു. ധർമ്മപുത്രൻ എന്താ ചോദിക്കുന്നത്? ശ്രീ പരമേശ്വരന്റെ മഹാത്മ്യത്തെ പറ്റിയും അനേകം നാമങ്ങളുണ്ട് അദ്ദേഹത്തിന്, അല്ലെ? ആ നാമങ്ങളെ പറ്റിയൊക്കെ ജനങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീ ശങ്കരനെ പറ്റി കൂടുതൽ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. നമുക്കും ആഗ്രഹമുണ്ട്. അപ്പോ അതിന് ഭീഷ്മ പിതാമഹൻ പറഞ്ഞൊരു ഉത്തരമുണ്ട്. അല്ലയോ യുധിഷ്ഠിര, സർവലോക മഹേശ്വരന്റെ മഹാത്മ്യം മനുഷ്യർക്കൊന്നും അറിയാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? മഹാദേവന്റെ മഹാത്മ്യം മനുഷ്യർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അത് പൂർണ്ണമായിട്ട് അറിഞ്ഞവർ ആരും തന്നെ ഇല്ല. അല്പമെങ്കിലും അറിഞ്ഞിട്ടുള്ളത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണനാണ്. മഹാദേവന്റെ മഹാത്മ്യം അല്പമെങ്കിലും അറിയാൻ സാധിക്കുന്നത് കൃഷ്ണന് മാത്രമാണ്. നമുക്കൊന്നും അറിയില്ല, അത് എത്രത്തോളം ഉണ്ടെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തരും, കൃഷ്ണൻ പറഞ്ഞു തരും. എനിക്കും അത് കേൾക്കാൻ നല്ല കൗതുകമുണ്ട് ധർമ്മപുത്ര. അതുകൊണ്ട് കൃഷ്ണ, ഭഗവാൻ ശങ്കരന്റെ മഹാത്മ്യം അവിടുന്ന് വിവരിക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ കരുണാനിധിയായ നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ കൃഷ്ണ ഭഗവാൻ മൃത്യുഞ്ജയ മഹാദേവന്റെ മഹിമകളെ കുറിച്ച് പറയാൻ ആരംഭിച്ചു. എന്താ പറയുന്നത്? പണ്ടൊരിക്കല് ഞാൻ ദ്വാരകയിൽ താമസിക്കുന്ന സമയത്ത്, കൃഷ്ണനല്ലേ ആള്, ഇത്ര മനോഹരമായിട്ടായിരിക്കും പറയാ അല്ലേ? കൃഷ്ണൻ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞുതരും. അപ്പൊ കൃഷ്ണന് ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞാൻ ദ്വാരകയിൽ താമസിക്കുന്ന കാലത്ത് രുക്മിണിയുടെ മഹാപ്രഭാവന്മാരായിരിക്കുന്ന പുത്രന്മാരെ കൊണ്ട് ജാമ്പവതിക്കും അതുപോലെ തന്നെ തേജസ്സികളായ പുത്രന്മാരുണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടായി. രുക്മിണിയുടെ രുക്മിണിയുടെ മഹാപ്രഭാവന്മാരായിരിക്കുന്ന പുത്രന്മാരെ കണ്ടിട്ട്, അതായത് രുക്മിണിയുടെ മക്കളെ കണ്ടിട്ട് ജാമ്പവതിക്കും അതുപോലെയുള്ള മക്കൾ ഉണ്ടാവണം, ആൺകുട്ടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടായി. അവൾ എന്നോട് വന്നിട്ട് ആവലാതി പറയാൻ തുടങ്ങി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ
ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് വരം വാങ്ങിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു കൊടുത്തു. മഹാദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് വരം വാങ്ങിക്കോ എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആകാമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരുടെയും അനുവാദം വാങ്ങിയിട്ട് നേരെ ഗരുഡന്റെ പുറത്ത് കയറിയിട്ട് ഹിമാലയത്തിലെത്തി. മഹാദേവന്റെ അടുത്ത് പോയിട്ട് അനുവാദം വാങ്ങിച്ചു കൊടുക്കാൻ, അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കാൻ ഭഗവാൻ എന്ത് ചെയ്തു? ഗരുഡന്റെ പുറത്ത് കയറിയിട്ട് ഹിമാലയത്തിലെത്തി. ആശ്രമം കണ്ടു. അവിടെ പ്രകൃത്യാ വൈരികളായ മൃഗങ്ങൾ പോലും ഒരുപാട് മൃഗങ്ങളുണ്ട്. അത് ജന്മനാ ഈ ചില മൃഗങ്ങളൊക്കെ ഭയങ്കര ദേഷ്യക്കാരാണല്ലോ. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഏതൊക്കെയോ ഈ സിംഹം മാന്യൊക്കെ കൊല്ലുമല്ലോ. അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറേ മൃഗങ്ങളുണ്ടല്ലോ. അവര് പോലും ഇപ്പൊ പാമ്പ്, കീരി എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും ശത്രുക്കളാണല്ലോ. പക്ഷെ അവര് പോലും നല്ല സ്നേഹത്തോടെ അവരങ്ങ് എന്താ പറയാ ഇങ്ങനെ ജീവിക്കുകയാണ്. ആ ആശ്രമത്തിൽ അങ്ങനെ ജീവിക്കുകയാണ്. ആ ഒരു ഹിമാലയത്തിന്റെ ഭാഗത്ത് സ്നേഹത്തോടെ അവർ പെരുമാറാണ്. ശത്രുക്കളൊന്നുമില്ല. നല്ല വേദങ്ങളുടെ ഉച്ചാരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ആ ഒരു ആശ്രമത്തില് ബ്രഹ്മചാരികളും തപസ്സികളും എല്ലാം താമസിക്കുന്നുണ്ട്. ആ പുണ്യമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന ആശ്രമത്തില് ഞാൻ പോയപ്പോൾ ഒരു മഠാധിപതിയെ കണ്ടു. അദ്ദേഹമാണെങ്കിലോ അതിതേജസ്വിയാണ്, പ്രഭാവശാലിയാണ്, യൗവനയുക്തനായിരിക്കുന്ന ഒരു മഹാത്മാവിനെയാണ് ഞാൻ ആ ഹിമാലയത്തിന്റെ ആശ്രമത്തിൽ കണ്ടത്. അദ്ദേഹം എന്നെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് സൽക്കരിച്ചൊക്കെ ഇരുത്തിയിട്ട് ഞാൻ എന്തിനാ വന്നത് എന്ന് എന്നോട് ചോദിച്ചു. ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങാനാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നല്ല സന്തോഷത്തോടുകൂടി ശ്രീ പരമേശ്വരന്റെ മഹാത്മ്യത്തെ പറ്റിയുള്ള അദ്ദേഹത്തിനുണ്ടായ കുറേ അനുഭവങ്ങളെ പറ്റി എനിക്ക് പറഞ്ഞു തന്നു. അപ്പോ അല്ലയോ വാസുദേവ, വ്യാക്രപാതനെന്ന് പ്രസിദ്ധനായ മഹർഷിയുടെ മകനായിരിക്കുന്ന ഉപമന്യുവാണ് ഞാൻ. അദ്ദേഹം പറയാണ്, ഈ തപസ്സി പറയാണ്, വാസുദേവ ഞാൻ ആരാണെന്ന് അങ്ങേക്ക് അറിയണ്ടേ? ഞാൻ പ്രസിദ്ധനായ മഹർഷി ഉണ്ടല്ലോ വ്യാക്രപാതന്റെ മകനാണ്, ഉപമന്യു എന്നാണ് എൻ്റെ പേര്. അച്ഛൻ എപ്പോഴും തപോനിഷ്ഠയിൽ തപസ് ചെയ്തുകൊണ്ടേയിരിക്കും. അമ്മയാണ് എന്നെയും എൻ്റെ അനുജനെയും ഒക്കെ വളർത്തിയത്. എനിക്കൊരിക്കല് പാല് കുടിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി. അമ്മയോട് ഞാൻ പാല് ചോദിച്ചപ്പോൾ അരിമാവ് കലക്കിയ വെള്ളമാണ് എനിക്ക് അമ്മ തന്നത്. ഞാൻ മുമ്പൊരിക്കല് എൻ്റെ ഒരു സഹപാഠി, എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് പാല് കുടിച്ചത് കൊണ്ട് എനിക്കത് പാലല്ല എന്ന് മനസ്സിലായി. അമ്മ തന്നത് പാലല്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ഒരുപാട് വിഷമം പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നീ പാല് ചോദിച്ചു, എവിടുന്നാ മോനെ പാല് കിട്ടുക? അതെല്ലാം ധനികരായിരിക്കുന്ന പണമുള്ള ആളുകളുടെ വീട്ടിലല്ലേ ഉണ്ടാവുന്നത് മോനെ എന്ന് പറഞ്ഞു. അണ്ണാ ക്ലാസ്സിൽ പോയിട്ടിരിക്കണ്ണ. ശരിയാണ്. അപ്പൊ പറഞ്ഞു ചേച്ചിയുടെ ഹസ്ബൻഡ്, അപ്പൊ പറഞ്ഞു ഇങ്ങനെ ധനികനായിട്ടിരിക്കുന്ന ആളുകളുടെ വീട്ടിലല്ലേ മോനെ പാലൊക്കെ കിട്ടുക, നമുക്ക് എവിടുന്നാ മോനെ അതൊക്കെ കിട്ടുന്നത്? നമ്മൾ കായികനികളൊക്കെ കഴിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന എന്താ പറയുന്ന ആളുകളല്ലേ. സർവ്വ ഐശ്വര്യപതിയായിരിക്കുന്ന കരുണാമയനായിരിക്കുന്ന മഹാദേവനെ പ്രാർത്ഥിക്കും മോനെ. അമ്മാർക്ക് തന്നെ മഹാദേവനെ പ്രാർത്ഥിക്കും മോനെ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അനുഗ്രഹിച്ച് പ്രസാദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിഷമം ഉണ്ടാവില്ല മോനെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം മഹാദേവനെ പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഈ കുട്ടി അമ്മയോട് ചോദിച്ചു, ആരാണ് അമ്മേ മഹാദേവൻ? ആരാ ഈ പരമേശ്വരൻ? എങ്ങനെയാ അമ്മ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടുന്നത്? എന്താ അമ്മ അദ്ദേഹത്തിന്റെ മഹത്വം എന്ന് ചോദിച്ചു. എവിടെയാണ് അമ്മ അദ്ദേഹത്തെ കാണാൻ പറ്റുക എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറയാണ്, മോനെ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ജഗന്നാഥനാണ് മോനെ. അവിടുത്തെ മഹിമ എന്ന് പറഞ്ഞാൽ അപാരമാണ്. ആർക്കും അത് പൂർണ്ണമായിട്ട് അറിയാൻ കഴിയില്ല മോനെ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സങ്കല്പം കൊണ്ടാണ് മോനെ ഉണ്ടാകുന്നത്. ബ്രഹ്മദേവനും വിഷ്ണുവും ഇന്ദ്രനുമെല്ലാം അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളാണ്. അതായത് കൃഷ്ണൻ ഇതിന്റെ മുകളിലാണ് കേട്ടോ, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ്. കൃഷ്ണന്റെയും താഴെയാണ് വിഷ്ണു ഉള്ളത്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ പറയുന്ന ബ്രഹ്മദേവനും വിഷ്ണുവും ഇന്ദ്രനുമെല്ലാം അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളാണ് മോനെ. അവിടുത്തെ അനുഗ്രഹത്തേക്കാൾ വലുതായിട്ട് ഒന്നും തന്നെ ഒരാൾക്കും ഈ ലോകത്ത് നേടാൻ കഴിയില്ല മോനെ. കൃഷ്ണ ആധ്യാത്മിക ലോകത്താണേ. അപ്പൊ പറയാണ്, ഈ ലോകത്ത് അതിനേക്കാൾ വലുതായിട്ട് ഒന്നും നേടാൻ കഴിയില്ല മോനെ. ശ്രീ കൈലാസമാണ് മോനെ അദ്ദേഹത്തിന്റെ ആവാസ സ്ഥാനം. നല്ലായിരുന്നു അപ്പടിയാ സാപ്പിട്ടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തെക്കാൾ വലുതായിട്ട്
ഈ ലോകത്ത് ഒന്നും നേടാൻ ആർക്കും കഴിയില്ല മോനെ. ശ്രീ കൈലാസത്തിലാണ് അദ്ദേഹം ഉണ്ടാവുക. ചൈതന്യ സ്വരൂപനായിരിക്കുന്ന അദ്ദേഹം ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുക മോനെ. പ്രപഞ്ച സ്വരൂപിയായിരിക്കുന്ന, പ്രപഞ്ചനാഥനായിരിക്കുന്ന, പ്രപഞ്ചാതീതനായിരിക്കുന്ന ശ്രീ പരമേശ്വരന്റെ സ്വരൂപത്തെ പറ്റി പറയാൻ ആർക്കാ മോനെ ധൈര്യം കിട്ടുക? ആർക്കാ അതിന് സാധിക്കുക മോനെ? ഭക്തിയോടുകൂടി, നല്ല സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി ഭജിക്കുന്നവർക്ക് ശ്രീ പരമേശ്വരൻ, കരുണാനിധിയായിരിക്കുന്ന ആ പരമേശ്വരൻ ഭഗവാൻ അനുഗ്രഹിച്ച് എല്ലാ അഭീഷ്ടങ്ങളും നൽകും മോനെ. അതാണ് മഹാദേവന്റെ കാരുണ്യം എന്ന് പറയുന്നത്. അപ്പോ ആ മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല മോനെ. അത്രയും എന്താ പറയാ, ഭയങ്കരമായിരിക്കുന്ന ശക്തി സ്വരൂപനാണ് അദ്ദേഹം. അത് നമ്മൾ മനസ്സിലാക്കണം മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ, ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ അദ്ദേഹം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള എല്ലാ സങ്കടങ്ങളും മാറി നമുക്ക് നല്ല ആരോഗ്യവും നല്ല ശ്രേയസ്സും എല്ലാം കിട്ടും. ശ്രദ്ധയും ഭക്തിയും നമുക്കുണ്ടാവണം മോനെ. അതാണ് പ്രധാന കാര്യം. അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുമ്പം ശ്രദ്ധയും ഭക്തിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് മറക്കാൻ പാടില്ല. ശ്രദ്ധയോടുകൂടി ഭഗവാനെ ഭജിക്കുന്നവർക്ക്, ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കും മോനെ. അപ്പോൾ അമ്മയുടെ ഈ വാക്കൊക്കെ കേട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മഹാദേവന്റെ ഉപാസന അങ്ങ് തുടങ്ങി. ആ ഉപാസനയിൽ ദത്താശ്രയനായി തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അവിടെ വനാന്തരത്തിൽ ചെന്ന് അതിതീവ്രമായ തപസ് ആരംഭിച്ചു. ഭക്ഷണം ഉപേക്ഷിച്ച്, ജലപാനം കൂടാതെ വായു മാത്രം ഭക്ഷിച്ച്, ശരീരധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് 6 മാസം കഠിനമായ തപസ് അനുഷ്ഠിച്ചപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെടാതിരുന്നപ്പോൾ വലിയ വിഷമമായി അദ്ദേഹത്തിന്. 6 മാസം അദ്ദേഹം ഭക്ഷണവും എല്ലാം ഉപേക്ഷിച്ച് തപസ് ആരംഭിച്ചു. പക്ഷെ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല. ജീവിതത്തിൽ നിരാശ തോന്നി അദ്ദേഹം ചെയ്ത് വളരെ വിഷമത്തോടുകൂടി ധ്യാനത്തിലിരുന്നപ്പോൾ സമാധിയിൽ ലയിച്ചു പോയി. ആ സമയത്ത് ഐരാവതത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് ഇന്ദ്രൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങയിൽ നിന്ന് വരം വാങ്ങാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ശ്രീ പരമേശ്വരനെയാണ് എനിക്ക് ഭജിക്കേണ്ടത്. അദ്ദേഹത്തിൽ നിന്ന് മാത്രമേ ഞാൻ വരം വാങ്ങുകയുള്ളൂ. മറ്റാരുടെയും ഒരനുഗ്രഹവും എനിക്ക് ആവശ്യമില്ല. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ സമാധിയിൽ നിന്ന് ഉണർന്നപ്പോൾ മുമ്പിൽ കണ്ടത് ഇന്ദ്രന് പകരം മഹാദേവനെയാണ് ഞാൻ കണ്ടത്. ഐരാവതത്തിന് പകരം വൃഷഭത്തെയാണ് ഞാൻ കണ്ടത്. ദിവ്യ സൗന്ദര്യത്തെ മുഴുവൻ ഒന്നിച്ചു ചേർത്ത് ഉമാദേവിയോടുകൂടി വൃഷഭവാഹനത്തിൽ അരുളുന്ന ആ ശ്രീ പരമേശ്വരനെ ഞാൻ വീണ്ടും 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 നമസ്കരിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. മഹാദേവൻ അനുഗ്രഹിച്ച് എനിക്ക് ഒരുപാട് വരങ്ങൾ തന്നു. ആ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരുപാട് ശ്രേയസ് ഉണ്ടായി. ഹേ വാസുദേവപുത്ര, അങ്ങ് കരുണാമയനായിരിക്കുന്ന, കരുണാദേവനായിരിക്കുന്ന ആ ദേവനെ തപസ് ചെയ്ത് സാക്ഷാത്കരിക്കൂ. എല്ലാ ആഗ്രഹങ്ങളും അങ്ങേക്ക് സാധിക്കും. അങ്ങനെ ഉപമന്യുവിൻ്റെ ഈ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഞാൻ തപസ്സിന് പുറപ്പെട്ടു. 6 മാസത്തെ അതിതീവ്രമായ തപസ്സിൻ്റെ ഫലമായിട്ട് ഭഗവാൻ പരമേശ്വരൻ എൻ്റെ മുമ്പിൽ ഉമാദേവിയോടുകൂടി പ്രത്യക്ഷപ്പെട്ട് എനിക്ക് വേണ്ട എല്ലാ വരങ്ങളും എനിക്ക് നൽകി. മഹാപ്രഭാവന്മാരായിരിക്കുന്ന പുത്രന്മാരുണ്ടാവുന്ന അനുഗ്രഹിച്ച് അവർ അന്തർധാനം ചെയ്തു. യുധിഷ്ഠിര, മഹാദേവന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ചെറിയൊരു അംശമാണ് യുധിഷ്ഠിര ഞാൻ പറഞ്ഞു തന്നത്. അത് ഉപമന്യുവിൽ നിന്ന് കേട്ടപ്പോ ഞാൻ സ്വയം അനുഭവിച്ചതാണിതെല്ലാം. മനസ്സിലായില്ലേ? വാക്കിനും മനസ്സിനും അതീതമാണ് മഹാദേവന്റെ മഹിമ. എനിക്ക് ഭഗവാൻ ശങ്കരന്റെ അനുഗ്രഹവും പ്രസാദ രൂപത്തിലുള്ള വരങ്ങളും ലഭിച്ചതിനെ പറ്റി ഞാൻ ഉപമന്യുവിനോട് ചെന്ന് പറഞ്ഞു. സന്തുഷ്ടനായ അദ്ദേഹം എന്നെ ഓർമ്മപ്പെടുത്തിയത് എന്താണെന്നറിയാമോ? നാസ്തി സർവസമോ ദേവോ നാസ്തി സർവസമാശതി നാസ്തി സർവസമോധാനേ നാസ്തി സർവസമോരണേ. ശർവന് തുല്യനായിട്ട് ഒരു ദേവനുമില്ല. ശർവന് തുല്യമായിട്ട് ഒരു ഗതിയുമില്ല. ശർവന് തുല്യമായിട്ട് ഒരു ദാതാവുമില്ല. യുദ്ധത്തിലും ശർവന് തുല്യമായിട്ട് ആരും തന്നെയില്ല. ഇതാണ് മഹാദേവന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ടെൻഷൻ ഇല്ലാതെ സുഖമായിട്ട് കിടന്നുറങ്ങുക. ഒരു ടെൻഷൻസും വേണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും ഈ രാത്രി നമുക്ക് വിട കൊടുക്കാം. ഈ രാത്രി നല്ല സമാധാനമായിട്ട് ഉറങ്ങും. നാളെ ഏകാദശിയാണ്, ഏകാദശി എടുക്കണം. ഏകാദശിയുടെ നാളത്തെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഞാൻ നാളെ രാവിലത്തെ ക്ലാസ്സിൽ പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ഏകാദശിയാണ്, നാളെ എടുക്കാൻ മറക്കരുത്, എടുത്തേ പറ്റൂ. നാളെ എന്ന് പറയുമ്പം ഡേറ്റ് 24-ാം തീയതി. ഓക്കെ, 24 ഏപ്രിൽ മാസത്തെ ക്ലാസ്സാണിത്. ഇത് കഴിയുമ്പോൾ പിന്നെ ഏതെങ്കിലും ദിവസം ഇത് കണ്ടിട്ട് അയ്യോ നാളെ ഏകാദശി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എടുക്കും. അപ്പം അതുകൊണ്ട് വേണ്ട, നാളെ എല്ലാവരും ഏകാദശി എടുക്കണം. നാളെ ഏകാദശിയുടെ ക്ലാസ് എടുത്തരാം. ഓക്കെ, हरे कृष्णा, सर्वम कृष्णार्पणमस्तु. प्रभात की जय, गुरु महाराज की जय, राधा पवन पुरेशन की जय. ओम श्री मात्रे नमः. गुड नाइट. नाളെ കാണാം.